മിക്ക സ്ത്രീകളും വിചാരിക്കുന്ന സെക്സിൻ്റെ കാര്യത്തിൽ ഒരു പെയിൻഫുൾ സെക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇപ്പോഴും വിചാരിച്ചത്. അത് നോർമൽ അല്ലേ എന്നാൽ അത് നോർമൽ അല്ലല്ലോ. ഇപ്പോൾ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം വരുന്നുണ്ട്. പീരിയഡ്സിൻ്റെ ടൈമിൽ സെക്സ് പാടുമോ, സെക്സ് ചെയ്യാതിനോട് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും, അത് തീരെ ചെയ്യരുതെന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും. അത് എങ്ങനെയാണ് അതിൻ്റെ? സെർവിക്സ് വിൽ അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ്, അതായത് പ്രീ ക്യാൻസറസ് ചേഞ്ചസ് ഡെവലപ്പ് ചെയ്യും. ക്യാൻസർ അല്ല, പ്രീ ക്യാൻസറസ്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്യാൻസറസ് ചേഞ്ച് എന്നുള്ളത്. പപ്പായ കഴിക്കരുത്, പൈനാപ്പിൾ കഴിക്കരുത്, ഫസ്റ്റ് ട്രൈമസ്റ്റർ ഡേറ്റ്സ് കഴിക്കരുത്, അങ്ങനെയൊക്കെ. ശരിക്കും ഇതൊക്കെ കഴിച്ച പ്രശ്നം പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ സ്ത്രീകളിൽ വെജൈനയുടെ ഇലാസ്റ്റിസിറ്റി പൊതുവേ കുറച്ച് കുറവാണ്. ഇതൊക്കെ അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ആണ്. ആൻഡ് എവ്രി വുമൺ ഹാസ് റൈറ്റ് ടു അബോർഷൻ ഇൻ ഇന്ത്യ. എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് തോട്ട്സ് എന്ന പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അതും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഡോക്ടറാണ്. വിമൻ ഹെൽത്തിനെ കുറിച്ച് വളരെ ഓപ്പണായി, അതും എവിഡൻസ് ബേസോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു ഡോക്ടർ. ഷീസ് എൻ MPPS, MS, MRCOG, എ ഗൈനക്കോളജിസ്റ്റ്, എ ലാപ്രോസ്കോപ്പിക് സർജൻ ആൻഡ് എ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. ക്ലിനിക്കൽ പ്രാക്ടീസ് മാത്രമല്ല, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഫാക്കൽറ്റി ആയിട്ട് സംസാരിച്ചിട്ടുള്ള വളരെ ഒരു എക്സലൻറ്റ് അക്കാഡമിഷ്യൻ എന്നും കൂടി പറയാം കേട്ടോ ഡോക്ടറിനെ. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. കാരണം ഡോക്ടറിൻ്റെ പാഷൻ ഒന്നും പറഞ്ഞാൽ പോരാ, ഡോക്ടർ അഭിനയത്തിലായിക്കോട്ടെ, പാട്ടിലായിക്കോട്ടെ, ഡാൻസിങ്ങിലായിക്കോട്ടെ, ഫിറ്റ്നസ് ഫ്രീക്ക് എന്ന് പറയാം. ഡോക്ടർക്ക് എങ്ങനെ ഇതിനെല്ലാത്തിനും ഒരുമിച്ച് സമയം കിട്ടണം, എങ്ങനെ ഇത്ര എല്ലാം കൂടി ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സൂപ്പർ വുമൺ എന്നൊക്കെ പറയാൻ പറ്റും. ഡോക്ടർ കൃഷ്ണ S. മേനോൻ. വെൽക്കം ഡോക്ടർ. Every woman carries a story of strength, of sacrifice, of change. Yet, some of the most important conversations about a woman's body remain hidden behind silence, fear, and misinformation. What if the right knowledge could change not just one life, but generations? Today, we welcome a doctor who has spent years helping women navigate every stage of life, from the first menstrual cycle to motherhood, from hormonal health to menopause, from routine care to life's most critical moments. A trusted obstetrician and gynecologist, she is known not only for her clinical expertise, but also for her compassion, honesty, and unwavering commitment to women's health. This isn't just another interview. It's a conversation that could answer the questions millions of women have been waiting to ask. Please welcome Dr. Krishna S. Menon. വെൽക്കം ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർക്ക് എങ്ങനെ ഇത്ര എനർജറ്റിക് ആവാൻ പറ്റും? കാരണം ഞാൻ ഓരോ ദിവസം നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ലോ ആയിട്ടുള്ള ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എനിക്ക് എന്താ സമയമൊന്നും തികയാതെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ റീൽസ് നോക്കും. ഡോക്ടർക്ക് ഇത്രയും തിരക്ക് പിടിച്ച പേഷ്യൻസ് ഇഷ്ടം പോലെ, അത് കഴിഞ്ഞ് ഡോക്ടർക്ക് പാട്ടും ഡാൻസും ഭയങ്കര വൈബ് എന്നൊന്നും പറയും, ഭയങ്കര എനർജറ്റിക് ആണ്. എങ്ങനെയാണ് അത് പറ്റുന്നത്? പൊതുവേ ഞാൻ കുറച്ച് ഹൈ എനർജിയാണ്. പിന്നെ ആസ് മൈ പ്രൊഫഷൻ ഇസ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, അതൊരു ഹൈ സ്ട്രെസ് ആയിട്ടുള്ളൊരു പ്രൊഫഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നമ്മുടെ സൈഡ് ബിസിനസ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഐ എം പാഷനേറ്റ് അബൌട്ട് മൈ സിംഗിങ് ആൻഡ് ഡാൻസിങ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് റിലീവ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവും നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ്, അവരായിട്ടുള്ള ഒരു റാപ്പോ ബിൽഡ് ചെയ്യാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നിയ കാര്യം വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പം ഫീമെയിൽസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഒരു ഫീമെയിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാവും പോകുന്നത്, എന്നാൽ പോലും പല കാര്യങ്ങൾ പറയാൻ മടി ഉണ്ടായിരിക്കും നമുക്ക്. മിക്ക ടോപ്പിക്സും സംസാരിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് അവരുടെ ഫാമിലിയിൽ തന്നെ ഒരാളെ പോലെ അല്ലെങ്കിൽ ഫ്രണ്ടിനെ പോലെ ഒക്കെ ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്യാൻ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ പോലെ ഏത് ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ എന്ത് വിഷയങ്ങളാണ് ഏറ്റവും മടിക്കുന്ന സ്ത്രീകൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ? എന്തായിരിക്കും ഏറ്റവും കൂടുതൽ മടിച്ചെടുത്ത് തോന്നിക്കുന്നത്? ഏറ്റവും കൂടുതൽ അവരുടെ ഇന്റിമസി ഇഷ്യൂസ് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് അവർക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി എപ്പോഴും ഇന്റിമസി റിലേറ്റഡ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് ഏരിയാസിന്റെ അപ്പിയറൻസിന്റെ ഇഷ്യൂസ്. പിന്നെ ചിലപ്പോൾ ഈ പ്രഗ്നൻസിയിൽ തന്നെ ഫേസ് ചെയ്യുന്ന ചില ഇഷ്യൂസ് ബാക്കിയുള്ള ആൾക്കാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് വരെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. കാരണം മിക്ക സ്ത്രീകൾ ഇപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് ഒരു ഇഷ്യൂ ഇതിന് മാത്രമാണ്. ഇപ്പോഴും അങ്ങനല്ല. സത്യത്തിൽ ആക്ച്വലി ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് നമ്മളൊരു അഡോളസൻസ് ഒരു
ടൈമിലെത്തുമ്പോൾ പല ഇത് പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കും, പല ചേഞ്ചസും കാര്യങ്ങളും. അപ്പൊ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊരു അവയർനെസ് വേണം പെൺകുട്ടികൾക്ക്, അല്ലേ? തീർച്ചയായും ഒരു ഗൈനക്കോളജിസ്റ്റ് ഷുഡ് ബി ഒരു ഫ്രണ്ട് ഇൻ യുവർ ലൈഫ് എന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് ആസ് ഏർലി ആസ് പോസിബിൾ തന്നെ നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. ബിക്കോസ് ഇപ്പോൾ ഒരു ടീനേജർ ആണെങ്കിൽ ഇപ്പോൾ HPV വാക്സിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സെക്ഷൽ ഹെൽത്തിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ഫ്യൂച്ചർ ഫെർട്ടിലിറ്റിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറേ സ്റ്റെപ്സ് നമുക്ക് അപ്പം തന്നെ എടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അവർ സെക്ഷലി ആക്റ്റീവ് ആകുമ്പോൾ ഇപ്പോൾ കോൺട്രസെപ്ഷൻ അഡ്വൈസ് ആവട്ടെ, അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് സ്ക്രീനിങ്, അങ്ങനെ പല കാര്യങ്ങളും ടീനേജേഴ്സിനായാലും ചെയ്യാനുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഒരു മെൻസ്ട്രൽ ഇഷ്യൂസ് ആയിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റിംഗ് ഉണ്ട്. എവറി 3 years ഒരു സ്ത്രീ അണ്ടർഗോ ചെയ്യേണ്ട ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ് എന്തായാലും വേണം. സോ ഇറ്റ്സ് ലൈക്ക് എ ഫ്രണ്ട് ഹൂം യു കെൻ വിസിറ്റ് റെഗുലർലി. ഇത് കേട്ടപ്പോഴാണ് എന്താണ് ഈ HPV വാക്സിൻ? ഇപ്പോൾ HPV വാക്സിൻ സ്റ്റാൻഡ്സ് ഫോർ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഇപ്പൊ സെർവൈക്കൽ ക്യാൻസർ എന്നുള്ളൊരു അസുഖം, അതായത് യൂട്രസിന്റെ ഏറ്റവും അറ്റത്തെ ഭാഗമാണ് സെർവിക്സ്. അപ്പൊ സെർവിക്സിൽ വരുന്ന ക്യാൻസർ ആണ് സെർവൈക്കൽ ക്യാൻസർ. അപ്പോൾ ദിസ് വാക്സിൻ ഇസ് വൺ ഓഫ് ദ മെത്തേഡ്സ് ബൈ നോട്ട് വൺ ഓഫ് ദ മെത്തേഡ്, ദ ഓൺലി മെത്തേഡ് ബൈ വിച്ച് യു ക്യാൻ പ്രിവെന്റ് ദിസ് ക്യാൻസർ. ബിക്കോസ് ഇപ്പോൾ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഇൻഫെക്ഷൻ ആയി അത് ബോഡി ക്ലിയറും ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സ്ട്രെയിൻസ് ഓഫ് ഹൈ റിസ്ക് ഇൻഫെക്ഷൻസ് ഉണ്ട്, ഹൈ റിസ്ക് വൈറസസ് ഉണ്ട്. ഇത് പെർസിസ്റ്റ് ചെയ്യും ഈ സെർവിക്സിൽ. അങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് ബോഡിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. ഒരു 10 to 15 years ഇതിങ്ങനെ പെർസിസ്റ്റ് ചെയ്യുമ്പോൾ സെർവിക്സ് വിൽ അണ്ടർഗോ സർട്ടൻ ചേഞ്ചസ്, അതായത് പ്രീ ക്യാൻസറസ് ചേഞ്ചസ് ഡെവലപ്പ് ചെയ്യും. ക്യാൻസർ അല്ല, പ്രീ ക്യാൻസറസ്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്യാൻസറസ് ചേഞ്ച് എന്നുള്ളത്. അപ്പോൾ ഈ ഹൈ റിസ്ക് വൈറസസിന് എഗെയിൻസ്റ്റ് ഉള്ളൊരു ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ HPV വാക്സിൻ വഴി കൊടുക്കുന്നത്. അത് പ്രിഫറബിളി ഫസ്റ്റ് സെക്ഷൽ ഇന്റർകോഴ്സിന് മുമ്പ് തന്നെ എടുത്തിരിക്കണം. അതുകൊണ്ടാണ് HPV വാക്സിൻ 9 to 14 yearsലുള്ള ഗേൾസ് ആൻഡ് ബോയ്സ് എടുക്കണം എന്ന് പറയുന്നത്. ഈവൻ ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ടേക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് എടുക്കും. അതെ, ഗേൾസ് ആൻഡ് ബോയ്സ്. വൺ തിങ് ഇസ് ഇപ്പൊ സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല ഈ HPV ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ജെനൈറ്റൽ വാർഡ്സ്, അങ്ങനെ അതർ ഇൻഫെക്ഷൻസ് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ബോയ്സ് എടുത്തു കഴിഞ്ഞാൽ ഗേൾസിന് അത് വരാനുള്ള റിസ്ക് കുറയും. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, അതായത് ഫുൾ സൊസൈറ്റി ഗെറ്റ്സ് ഇമ്മ്യൂണിറ്റി ഫ്രം ദിസ് വാക്സിൻ. അപ്പോൾ 9 to 14 yearsൽ അത് എടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു സെർവൈക്കൽ ക്യാൻസറിന് ചാൻസസ് ഓൾമോസ്റ്റ് 90 to 95% ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് ഉറപ്പ് ഇത് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്ക് ഇത് ഒരു ന്യൂ നോളേജ് ആയിരിക്കും, ഇതിനെ കുറിച്ചിട്ട് അധികം അറിയുന്നുണ്ടായിരിക്കില്ല. പിന്നെ എനിക്ക് മിക്ക സ്ത്രീകളും വിചാരിക്കുന്നത് സെക്സിന്റെ കാര്യത്തിൽ ഒരു പെയിൻഫുൾ സെക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇപ്പോഴും വിചാരിച്ചത്. അത് നോർമൽ അല്ലേ എന്നാൽ അത് നോർമൽ അല്ലല്ലോ. അല്ല, സെക്സിന്റെ സമയത്ത് പെയിൻഫുൾ സെക്സ് ഇസ് നെവർ നോർമൽ. ആക്ച്വലി ഇന്റിമസി ഷുഡ് ബ്രിങ് ഇൻ കണക്ഷൻ അല്ലെ, നോട്ട് പെയിൻ. അപ്പോൾ ഇഫ് യു ആർ എക്സ്പീരിയൻസിങ് പെയിൻ ഡ്യൂറിങ് സെക്സ്, ദ ബോഡി ഈസ് ട്രൈങ് ടു സിഗ്നൽ ദാറ്റ് സംതിങ് റോങ്. അപ്പോൾ ഇതിൽ കുറേ കോസസ് ഉണ്ട് പറയാനാണെങ്കിൽ. ഫോർമോസ്റ്റ് ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമണസ്റ്റ് കോസ് എന്ന് പറയുന്നത് വെജൈനൽ ഡ്രൈനസ് ആണ്. ഇപ്പോൾ വെജൈനൽ ഡ്രൈനസ് ഉണ്ടാവാനുള്ള കാരണം മെയിൻലി ലൂബ്രിക്കേഷൻ കുറവായതുകൊണ്ടാണ്. ലൂബ്രിക്കേഷൻ കുറവാകുന്നതിൻ്റെ ഒരു റീസൺ ഫോർ പ്ലേയുടെ കുറവാണ്. അപ്പൊ അത് നമുക്ക് ശരിയാക്കി കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസം വരും. സെക്കൻഡ് കാര്യം, ചില ഫേസസ് ഓഫ് ദെയർ ഹോർമോണൽ ചേഞ്ചസിൽ ഈ സ്ത്രീകൾക്ക് നാച്ചുറലി ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെനോപോസ് അണ്ടർഗോ ചെയ്ത സ്ത്രീകൾ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ, പിന്നെ നാച്ചുറലി ഒരു ഓവുലേഷൻ കഴിഞ്ഞ പീരീഡ്സിന് മുമ്പത്തെ ആ ഒരു സമയം ലൂട്ടിയൽ ഫേസ് എന്ന് പറയും. ആ സമയത്ത് ഈ ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ വരുന്നുണ്ട്. ആ സമയത്തും നാച്ചുറലി ലൂബ്രിക്കേഷൻ കുറവായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് കോമണസ്റ്റ് കോസ് എന്ന് പറയുന്നത് ഇപ്പോൾ വെജൈനൽ ഇൻഫെക്ഷൻസ്. ഇപ്പോൾ വെജൈനൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ നാച്ചുറലി വെജൈന സോർ ആയിരിക്കും. അപ്പോൾ അത് ആ ഇൻഫെക്ഷൻസ് ക്ലിയർ ചെയ്താൽ തന്നെ ശരിയാവുള്ളൂ. തേർഡ് കോസ് എന്ന് പറയുന്നത് യൂട്രസിന് വരുന്ന അബ്നോർമാലിറ്റീസ്. ബിക്കോസ് വെജൈനയുടെ എൻഡിൽ യൂട്രസ് ആണ്. അപ്പോൾ വെജൈനൽ ഇന്റർകോഴ്സ് ബിക്കംസ് പെയിൻഫുൾ ഇഫ് ദർ ഇസ് എനി ഡിസീസ് വിത്ത് ദ യൂട്രസ്. ഫോർ എക്സാമ്പിൾ, യൂട്രസിന് വരുന്ന അഡിനോമയോസിസ്, ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയോസിസ്, ഇതെല്ലാം സെക്സ് പെയിൻഫുൾ ആക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഡീൽ ചെയ്യേണ്ടത് ആ പ്രോബ്ലംസിന്. പിന്നെ ഫോർത്ത് കോമൺ കോസ് എന്ന് പറയുമ്പോൾ അത് പണ്ട് നമ്മളത് ഉണ്ടായിരുന്നു, ഇറ്റ് വാസ് കോമൺ, ബട്ട് നോട്ട് ഇറ്റ് വാസ് എന്താ പറയാ, അത് പുറത്തെ ആൾക്കാർ പറയില്ലായിരുന്നു. അതാണ് വെജൈനിസ്മസ്. അപ്പോൾ വെജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു ഇൻവോളണ്ടറി സ്പാസം ഓഫ് വെജൈനൽ മസിൽസ് ആണ്.
അത് ഈവൻ നോട്ട് ജസ്റ്റ് ഫോർ വെജൈനൽ സെക്സ് ബട്ട് ഫോർ ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് വെക്കാൻ പറ്റില്ല, ഒരു വെജൈനൽ സ്കാൻ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ടാംപോൺസ് വെക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് വെജൈനസ്മസ്. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് ഫോർ ഓൾ ദീസ് പ്രോബ്ലംസ് ദർ ഇസ് എ സൊല്യൂഷൻ. You have to seek for it. അപ്പോൾ go to a gynecologist, never normalize painful sex. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ ലൂബ്രിക്കൻസ്, ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ഇപ്പോൾ പലതരം വാട്ടർ ബേസ്ഡ് ഉണ്ട്, ജെൽ ബേസ്ഡ് ഉണ്ട്. ഇതിൽ ഏത് ലൂബ്രിക്കൻ്റ് ആവും ഏറ്റവും നല്ലത്, ഒരു അലർജിക്ക് അല്ലാത്തത്? വാട്ടർ ബേസ്ഡ് ജെല്ലീസ് ആണ് യൂഷ്വലി എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത്. എസ്പെഷ്യലി ഇപ്പോൾ ഒരു പ്രഗ്നൻസിയും കൂടെ നോക്കുന്ന ഒരു കപ്പിൾ ആണെങ്കിൽ നമ്മൾ ചില സ്പെർമിസൈഡൽ ജെല്ലീസ് ഇല്ലാത്ത, സ്പെർമിസൈഡിൽ ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഈ ലൂബ്രിക്കൻസ് ഉപയോഗിക്കാൻ ശ്രമിക്കണം. അപ്പോൾ അതെപ്പോഴും ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനത്തെ ജെല്ലീസ് ഏതാണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ബിക്കോസ് യു ആർ യൂസിങ് ദ ലൂബ്രിക്കൻറ്റ് you will not become pregnant. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ വാട്ടർ ബേസ്ഡ് ജെല്ലീസ് ആണ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു go to a gynecologist. Don't take over the counter if you are not finding the right one. ഇപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ മുമ്പ് ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിരുന്നു. ഏറ്റവും ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കോപ്പർ ടീ യൂസ് ചെയ്യണോ അല്ലെങ്കിൽ വല്ല പിൽസ് അതാണോ നല്ലത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൽസ് ഇപ്പം എടുക്കേണ്ട ആവശ്യമില്ല, പിൽസ് എടുക്കേണ്ട, ബെസ്റ്റ് കോണ്ടം തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഡോക്ടർ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതായിരിക്കും? അങ്ങനെ ഒരു ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്ക് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഏതാണ് ബെസ്റ്റ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഒരു ലോങ് ടേം കോൺട്രസെപ്ഷൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ കോപ്പർ ടീ ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഈവൻ പിൽസ് ആർ ഓക്കെ. ഇപ്പോൾ നമ്മൾ പിൽസ്, ലോ ഡോസ് പിൽസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാതെ. ആൻഡ് ഓൾസോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് പേഷ്യന്റ് ഇസ് നോട്ട് ഹാവിങ് എനി കോൺട്രാഇൻഡിക്കേഷൻസ് ടു ടേക്ക് ദിസ് ഡ്രഗ്. അതായത് ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ പിൽസ് ഹാംഫുൾ ആവാറുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിന് അത് കൊടുക്കാതെ നമ്മൾ ഓക്കെ ആയിട്ടുള്ള പേഷ്യൻസിന് അത് കൊടുക്കാം. പക്ഷെ റൂട്ടീൻലി യു ഹാവ് ടു മീറ്റ് എ ഗൈനക്കോളജിസ്റ്റ് സോ ദാറ്റ് സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്ന് നമ്മൾ റൂട്ടീൻലി മോണിറ്റർ ചെയ്യണം. അങ്ങനെ കുറേ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ ഉണ്ട്. എവറിത്തിങ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ്. കോണ്ടംസ് ആക്ച്വലി ഇത് പറയുമ്പോൾ ഒരു ഫിസിക്കൽ കോൺട്രസെപ്റ്റീവ് ഡിവൈസ് ആണ്, നോട്ട് എ ഡിവൈസ്, ഫിസിക്കൽ കോൺട്രസെപ്ഷൻ ആണ്. അതിൽ ഫെയിലിയർ റേറ്റ് കൂടുതലാണ്. എസ്പെഷ്യലി ബ്രേക്കേജ് ഓഫ് കോണ്ടംസ് ക്യാൻ ഹാപ്പൻ. പിന്നെ ചിലപ്പോൾ പ്രോപ്പർ യൂസേജ് ആയിരിക്കില്ല, ഇറക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ലാറ്റക്സ് അലർജി, യെസ് ഓഫ് കോഴ്സ്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രോബ്ലംസ് കാരണം കോണ്ടംസിനെ ഒരു റെഗുലർ കോൺട്രസെപ്ഷൻ ആയിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. എപ്പോഴും ലൈക്ക് ഒരു ആഡഡ് പ്രൊട്ടക്ഷൻ ഫ്രം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് നമുക്ക് കോണ്ടംസ് നിൽക്കും. ഇത് ഞാൻ പറഞ്ഞപ്പോഴാണ് മിക്ക പെൺകുട്ടികളും, എനിക്കറിയാവുന്ന തന്നെ കുറച്ച് പേഴ്സണലി, ഒരു ആള് ഈ പിൽസ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്കും അത് ഉപയോഗിക്കാം, ഇത് തീരെ പാടില്ല എന്നുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടല്ലേ നമുക്ക് ഏത് ഉള്ളിലേക്കും, പ്രത്യേകിച്ച് ഇൻടേക്ക് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഏതൊരു സാധനം, ഇതിപ്പോൾ ഒരു പീരിയഡ്സിന് വേദന വന്നാൽ പോലും ആൾ ഈ ഒരു മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചൊരു 1 year ബാക്ക് അങ്ങനെ ഒരു കുട്ടി മരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് എബോഷന്റെ പില്ലോ ഏതോ ഒരു കഴിച്ചിട്ട്. അതൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണത്. പിന്നെ എല്ലാവർക്കും ഡൗട്ടുള്ളത്, അത് ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് തന്നെയാണ്, പീരിയഡ്സ് ആൻഡ് സെക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. പീരിയഡ്സിന്റെ ടൈമിൽ സെക്സ് പാടുമോ, സെക്സ് ചെയ്യാതിനോട് കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും. അത് തീരെ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും. അത് എങ്ങനെയാണ് അതിൻ്റെ? There's no hard and fast rule. പീരിയഡ്സിന്റെ സമയത്ത് സെക്സ് ഇസ് ആക്ച്വലി സേഫ്. പീരിയഡ്സ് അങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് ഒരു ഡിസീസ് ഒന്നുമല്ല. പക്ഷെ ഇറ്റ് ഈസ് അപ് ടു ദ പാർട്ട്നേഴ്സ് എന്നുള്ളതാണ്. ആ കപ്പിളിന്റെ 2 പാർട്ട്നേഴ്സിനും ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ് യു ക്യാൻ ആക്ച്വലി ഗോ അഹെഡ് വിത്ത് ഇറ്റ്. ഒരു കാര്യമുള്ളത്, ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഒരു പാർട്ട്ണറിന് ഉണ്ടെങ്കിൽ ട്രാൻസ്മിഷന് ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് ബ്ലഡ് ഇസ് ഇൻവോൾവ്. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ ബ്ലഡിലായിരിക്കും. അപ്പൊ ആ ബ്ലഡ് കൂടെ ട്രാൻസ്മിഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. വേറൊരു കാര്യം, ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചാൽ, യൂഷ്വലി കപ്പിൾസ് എൻഗേജ് ഇൻ സെക്സ് ഡ്യൂറിങ് പീരിയഡ്സ് ബിക്കോസ് ദേ തിങ്ക് ദാറ്റ് ആ സമയത്താണെങ്കിൽ പ്രഗ്നന്റ് ആവില്ല എന്നുള്ളത്. അതൊരു മിഥ്യാധാരണയാണ്. ഇറ്റ്സ് എ മിത്ത് ആക്ച്വലി. ബിക്കോസ് ഇപ്പോൾ ഷോർട്ടർ സൈക്കിൾസ് ഉള്ള സ്ത്രീകളുണ്ടാവും. ചില ആൾക്കാർക്ക് 24 ദിവസം കൂടുമ്പോൾ പീരിയഡ്സ് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 5-6 days ഒക്കെ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ഡേ ആണ് നമ്മൾ സെക്സിൽ ഏർപ്പെടുന്നതെങ്കിൽ ഓവുലേഷൻ ചിലപ്പോൾ ഒരു 10th day ഒക്കെ ആയിരിക്കും നടക്കുന്നത്. ഈ ഇന്റർകോഴ്സ് നടന്ന് സ്പേംസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് സ്പേംസ് ക്യാൻ ലിവ് ആക്ച്വലി ഫോർ അബൌട്ട് 5 days ഇൻ ദ ഫീമെയിൽ ബോഡി. അപ്പൊ നമ്മൾ 6th day ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട് 10th ദിവസം ഓവുലേഷൻ നടക്കുകയാണെങ്കിൽ ദർ ഇസ് എ വെരി ബിഗ് ചാൻസ് ദാറ്റ് യു ബിക്കം പ്രഗ്നന്റ്. സോ അതൊരു മിത്താണ്. പ്രഗ്നൻസി ക്യാൻ ഹാപ്പൻ ഈവൺ ഇഫ് യു ഹാവ്
periods during sex during periods. പിന്നെ അതേപോലെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ലോ ലൈങ് പ്ലസൻറ്റ, പിന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്സ് പാടില്ല, കാരണം എനിക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് പ്രഗ്നൻസി ടൈമിൽ സെക്സ് പാടില്ലാത്തത്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രഗ്നൻസിയിലും ഇതേ പറഞ്ഞ പോലെ ജനറലി സേഫ് എന്നാണ് നമ്മൾ പറയുക. അൺലെസ് ദർ ഇസ് എനിത്തിങ് ലൈക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ സെക്സ് പാടില്ല എന്ന് പറയുന്ന വൺ ഓഫ് ദി റീസൺസ് ഇസ് ആസ് യു സെഡ് പ്ലസൻറ്റ പ്രീവിയ. ഒന്ന് ദാറ്റ് ഇസ് ലോ ലൈങ് പ്ലസൻറ്റ. അപ്പോൾ യൂട്രസിന്റെ ഏറ്റവും അറ്റത്ത് താഴ്ഭാഗത്ത് പ്ലസൻറ്റ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രഷർ വരുമ്പോൾ ബ്ലീഡ് ചെയ്യാനും പ്ലസൻറ്റ ഡിസ്പ്ലേസ്ഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടൊരു ബ്ലീഡിങ് വരുന്നത്, ഇപ്പൊ നോട്ട് നെസസറിലി പ്ലസൻറ്റ പ്രീവിയ, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാണ് നല്ലത്. വേറൊരു കാര്യം, എപ്പോഴും പ്രഷർ കുറയ്ക്കാൻ പാർട്ട്ണറിനോട് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് വെജൈന ആസ് വെൽ ആസ് സെർവിക്സ് ഇസ് വെരി സോഫ്റ്റ് ആൻഡ് ഓൾസോ വാസ്കുലാരിറ്റി, അതായത് ബ്ലഡ് സപ്ലൈ കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ചാൻസസ് ഓഫ് ബ്ലീഡിങ് നാച്ചുറലി സാധാരണ പ്രഗ്നന്റ് അല്ലാത്തപ്പോൾ ഉള്ളതിനേക്കാളും വളരെ കൂടുതലാണ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഇൻഫെക്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ചാൻസസ് കൂടുതലാണ് അത് സ്പ്രെഡ് ചെയ്യാൻ. ഇപ്പോൾ പാർട്ട്ണർ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അത് വൈഫിന് വരാനുള്ള ഒരു പോസിബിലിറ്റി. പിന്നെ ലീക്കിംഗ് ഉള്ള പേഷ്യൻസ്, അതായത് ഇപ്പോൾ വാട്ടർ ബ്രേക്ക് ചെയ്തു ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ചില ബർത്തിങ് സെന്റേഴ്സിൽ ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ സെക്സ് പറയും ചില ആൾക്കാർ. ബിക്കോസ് സെമനിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഉണ്ട്. വെൻ ദർ ഇസ് ഇജാക്കുലേഷൻ സെമൻ ഇസ് റിലീസ്ഡ്, സെമൻ ഹാസ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ക്യാൻ ഇൻഡ്യൂസ് ലേബർ. അങ്ങനെ ഉപയോഗിക്കുന്ന ബർത്തിങ് സെന്റേഴ്സ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ലീക്കിംഗ് ഉള്ളപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരാനും, ബിക്കോസ് വാട്ടർ ഓൾറെഡി ബ്രേക്ക് ചെയ്തു, അപ്പോൾ കുട്ടിക്ക് അങ്ങനെ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് യൂഷ്വൽ സിറ്റുവേഷൻസ്. പിന്നെ എപ്പോഴും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഒരു ലോ എനർജി ആയിരിക്കും പൊതുവെ സ്ത്രീകൾക്ക്. പക്ഷെ ഇഫ് ദേ വുഡ് ലൈക്ക് ടു ഹാവ് ഇറ്റ്, there's no harm in it. Usually second trimester-ലാണ് ലിബിഡോ ഒന്ന് ബെറ്റർ ആവും. തേർഡ് ട്രൈമസ്റ്ററിൽ ബിക്കോസ് ഓഫ് ദ പൊസിഷൻ വയറ് ടമ്മി വലുതായതുകൊണ്ടും ഡിഫിക്കൽട്ട് ആവാം. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പ്രഗ്നന്റ് ആയപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ചില ഫുഡുകൾ കഴിക്കരുത്, അത് വേറെ ഇവിടെ നിന്നല്ല, എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പപ്പായ കഴിക്കരുത്, പൈനാപ്പിൾ കഴിക്കരുത്, ഫസ്റ്റ് ട്രൈമസ്റ്റർ ഡേറ്റ്സ് കഴിക്കരുത്, അങ്ങനെയൊക്കെ. ശരിക്കും ഇതൊക്കെ കഴിച്ച പ്രശ്നം എല്ലാവരും എനിക്ക് തോന്നുന്നത് എൻ്റെ നമ്മളെ ഹോസ്പിറ്റലിൽ ഒ പിയിൽ ഫസ്റ്റ് പ്രഗ്നന്റ് ആയി വരുമ്പോൾ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇതിൽ ഈ റോ പപ്പായയിൽ ഒരു കെമിക്കൽ ഉണ്ട് ദാറ്റ് ക്യാൻ ആക്ച്വലി കോസ് എ ബിറ്റ് ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഈവൻ പൈനാപ്പിളിലും അതെ. പക്ഷെ ഇതൊക്കെ ഓക്കെ, റോ ആയിട്ടുള്ള പച്ച പപ്പായ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പൈനാപ്പിളും ഈ റൈപ്പ് ആയിട്ടുള്ള പപ്പായൊക്കെ കുറച്ച് കഴിച്ചു എന്ന് വെച്ച് മോഡറേറ്റ് എമൗണ്ട്സിൽ കഴിക്കുന്നതുകൊണ്ട് ആക്ച്വലി ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഒരു പെയിനോ ഉണ്ടായി കഴിഞ്ഞാൽ യു വിൽ റിഗ്രറ്റ് ഇറ്റ്. അയ്യോ ഇത് കാരണമാണ് ഉണ്ടായതെന്ന്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഓക്കെ എന്നാൽ കഴിക്കണ്ട, അപ്പൊ പിന്നെ അതാണോ എന്ന് സംശയമില്ലല്ലോ. അല്ലാതെ ഇഫ് യു ആസ്ക് മീ ടെക്നിക്കലി ഓർ സയന്റിഫിക്കലി സ്പീക്കിംഗ്, മോഡറേറ്റ് എമൗണ്ട്സ് ഓഫ് ഈ റൈപ്പ് പപ്പായ ഓർ പൈനാപ്പിൾ കഴിച്ചതുകൊണ്ട് ഓർ ഡേറ്റ്സ് കഴിച്ചതുകൊണ്ട് അങ്ങനെ വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല. എനിക്ക് പ്രഗ്നന്റ് ആയപ്പോൾ ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്ന ഫസ്റ്റ് 3 months എനിക്ക് മെൻസ്ട്രൽ ക്രാമ്പ് ഒക്കെ വരില്ല, നമുക്ക് അങ്ങനത്തെ ഒരു പെയിൻ വരില്ലേ. ഇത് എപ്പോഴും ഈ ഒരു 3 മാസം എനിക്ക് അങ്ങനെ ഒരു വേദന, എനിക്ക് ഇന്ന് നാളെ പീരിയഡ്സ് ആവും, ഇന്ന് പീരിയഡ്സ് ആവും എന്നുള്ള പോലെ. അപ്പൊ എനിക്ക് ടെൻഷൻ ആയിരുന്നു, എനിക്ക് എന്താ വല്ലതും പ്രശ്നം, ഇതെന്താ അങ്ങനെ ഒരു ക്രാമ്പ്. there is always ഒന്ന് അത് ഫിസിയോളജിക്കലി, അതായത് നോർമലി തന്നെ ചെറിയൊരു പെയിൻ ഉണ്ടാവും. കാരണം യൂട്രസ് പതുക്കെ സൈസ് കൂടി വരികയാണ്. അപ്പൊ യൂട്രസ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെറിയ ചില ലിഗമെന്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു സ്ട്രെച്ച് വരും. ഇറ്റ്സ് ലൈക്ക് റബ്ബർ ബാൻഡ്. അപ്പൊ നമ്മൾ ഈ സ്ട്രെച്ച് വരുമ്പോൾ ഒരു ചെറിയൊരു ക്രാമ്പിങ് പെയിൻ, റൗണ്ട് ലിഗമെന്റ് പെയിൻ എന്നൊക്കെ പറയും അതിനെ പറയുകയാണെങ്കിൽ, ആ ഒരു പെയിൻ നോർമലി ഉണ്ടാവും, ചെറിയൊരു പെയിൻ. ആൻഡ് ഓൾസോ ആ ഭാഗത്ത് എല്ലാം ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൽവിസിന് ഫുൾ ചേഞ്ചസ് വരികയാണ്, ബാക്കിന് സ്ട്രെയിൻ കൂടും, പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിനുള്ള ചാൻസസ് കൂടും. അപ്പൊ ചിലപ്പോൾ ചെറിയൊരു മിനിമലി യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ക്രാമ്പിംഗ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്ത് ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ലൈക്ക് ഇഫ് യു ഹാവ് ഇറ്റ് ഓൾവേസ് ബെറ്റർ ടു ഗോ ടു ദ ഗൈനക്കോളജിസ്റ്റ്. ബിക്കോസ് ഈവൻ പ്രീ ടേം ലേബർ ആയാലും ഇങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മിസ്കാരേജ് ഉണ്ടെങ്കിലും ഇങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും പോയിട്ട് ഇഫ് യു ആർ ഫൈൻ അല്ലെങ്കിൽ ഒരു സ്കാനൊക്കെ ചെയ്ത് നമ്മൾ ഓക്കെ ആണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് ടു വറി. പിന്നെ പെയിൻ റിലീഫ്, എപ്പിഡ്യൂറൽ, അതേപോലെ തന്നെ ഇപ്പൊ ലോഫിംഗ് ഗ്യാസ് എന്നൊക്കെ പറയില്ലേ, അതില് എപ്പിഡ്യൂറലിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. പെയിൻ റിലീഫ് ഡ്യൂറിങ് ലേബർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളുണ്ട്, കുറേ മെഡിസിൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നൈട്രസ് ഓക്സൈഡ്, ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്, വേറെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ബട്ട് ദ ബെസ്റ്റ് മെത്തേഡ് ഇസ് ഓൾവേസ് എപ്പിഡ്യൂറൽ തന്നെ. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ
ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഷ്യന്റ് മിക്കവാറും എപ്പിഡ്യൂറൽ ആവാനാണ് ചാൻസ്. ബിക്കോസ് അതാണ് ഏറ്റവും പെയിൻ റിലീഫ് തരുന്നത്. നൈട്രസ് ഓക്സൈഡിലൊക്കെ പേഷ്യന്റ് ചിലപ്പോൾ കുറച്ച് ഡിസോറിയന്റഡ് ആവാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഇസ് ഫുള്ളി അവേക്ക്, ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഷീ ഈസ് നോട്ട് എക്സ്പീരിയൻസിങ് ദ പെയിൻ. അപ്പൊ പേഷ്യന്റ് ഫുള്ളി അവേക്കുമാണ്, പേഷ്യന്റ് മൊബൈലായിട്ട് നടക്കാനും പറ്റും, എന്നാൽ പെയിൻ എക്സ്പീരിയൻസ് ഇല്ല. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് എന്താ പറയാ അനാൽജസിയ ദാറ്റ് യു കെൻ ഗിവ്. ചിലവർക്ക് അത് വർക്ക് ആവില്ല എന്നും തോന്നുന്നുണ്ടല്ലേ, എപ്പിഡ്യൂറൽ വർക്ക് ആവാതിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ടെക്നിക്കിന്റെ ആവാം, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ആവാം. പക്ഷെ നമ്മൾ ചെയ്തിട്ടുള്ളതിൽ ഒരു മോർ ദാൻ 90% പേഷ്യൻസിനും വർക്ക് ആവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഏത് കണ്ടീഷനിലാണ് എപ്പിഡ്യൂറൽ പറ്റാത്തത് ഏതെങ്കിലും? കാരണം എൻ്റെ ഇതിൽ എപ്പിഡ്യൂറൽ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അത് വേണ്ട സ്റ്റോപ്പ് ചെയ്തു. കാരണം എനിക്ക് കുഞ്ഞിൻ്റെ തല ഇറങ്ങുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് ഒട്ടും പെയിൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ എപ്പിഡ്യൂറൽ ഇട്ടപ്പോൾ എനിക്ക് ആ ഒരു, കാരണം എനിക്ക് 15-16 hours ലേബർ പെയിൻ ആയിരുന്നു. ഓക്കെ. അപ്പൊ പക്ഷെ കുഞ്ഞിന്റെ തല ഇറങ്ങാത്തോണ്ട് എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. പുഷ് ചെയ്ത് ഏത് സമയത്ത് ഒരു ഇതാണ് നമ്മൾ യൂഷ്വലി അപ്പൊ എപ്പിഡ്യൂറൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലേറ്റർ ഫേസസ് ആകുമ്പോഴത്തേക്കും ഡോസ് കുറച്ച് കുറയ്ക്കും. ബിക്കോസ് നമുക്ക് ആ ഒരു ചെറിയ പെയിൻ അറിഞ്ഞാൽ മാത്രമേ പുഷിങ് ഇഫക്റ്റീവ് ആവുള്ളൂ. അപ്പൊ യൂഷ്വലി നമ്മൾ അങ്ങനെ ചെയ്യാം. ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴത്തേക്കും ഫോർ ദ വുമൺ ടു നോ ദ പെയിൻ നമ്മൾ ആ ഡോസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പിഡ്യൂറലിൽ ഇഫക്റ്റീവായിട്ട് തന്നെ പോകാം. പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പിസിയോട്ടമി മിക്കവാറും നമുക്ക് ഇടേണ്ടി വരാറുണ്ട്. എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കട്ട് ഇൻ ദ വെജൈന. നിർബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കലി സ്പീക്കിംഗ് നിർബന്ധമല്ല. വുമൺ ക്യാൻ ആക്ച്വലി സേ നോ ടു ഇറ്റ്. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ സ്ത്രീകളിൽ വെജൈനയുടെ ഇലാസ്റ്റിസിറ്റി പൊതുവേ കുറച്ച് കുറവാണ്. ഒന്നത്. പിന്നെ നമ്മളപ്പോൾ ഒരു ബേബിയുടെ ഹെഡ് നാച്ചുറലി നമുക്കറിയാം കുറച്ച് സൈസ് ഉണ്ട്. അപ്പൊ വെജൈനെ കൂടെ വരുമ്പോൾ ഇഞ്ചുറി എന്തായാലും സംഭവിക്കും. അപ്പൊ ഇഞ്ചുറി വരുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഇഞ്ചുറി വരാൻ വേണ്ടിയാണ് നമ്മളൊരു പ്രീ ബർത്ത് ഒരു കട്ട് കൊടുക്കുന്നത്. സോ ദാറ്റ് വേറെ ഇപ്പൊ യൂറിത്രയൊക്കെ അടുത്താണ്, മൂത്രം പോകുന്ന മൂത്രനാളി എന്ന് പറഞ്ഞ യൂറിത്ര, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇഞ്ചുറി വന്ന് പിന്നെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാണ്ട് കത്തീട്രൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പിസിയോട്ടമി ഇടുമ്പോഴും ചെറിയൊരു ഇപ്പൊ ഈ എപ്പിഡ്യൂറൽ എടുക്കാത്ത സ്ത്രീകൾക്ക് ചിലപ്പോൾ നല്ല പെയിൻ ഉണ്ടാവാം. സ്റ്റിച്ചിങ് റിപ്പയറിംഗ് എപ്പിസിയോട്ടമി ഓൾസോ ബിക്കംസ് ഡിഫിക്കൾട്ട് ഫോർ ദ ഡോക്ടർ ഓൾസോ. ആ സമയത്ത് എനിക്ക് എല്ലാവരും നമ്മള് ഡെലിവറിയും അതിനൊക്കെ പറയും, പക്ഷെ എനിക്ക് ഇതൊന്നുമല്ല വേദനിച്ചത്. എനിക്ക് സ്റ്റിച്ച് ഇടുന്നതും പിന്നെ PV ചെയ്തതുമായിരുന്നു ശരിക്കും ഞാൻ അറിഞ്ഞൊരു വേദന. അത് എല്ലാ സ്ത്രീകളും പറയുന്ന ഒരു കാര്യമാണ്. എപ്പിസിയോട്ടമിക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ എപ്പിഡ്യൂറൽ നമ്മൾ അത് ഇടുമ്പോൾ ഒരു ഗുണം അതാണ്, എപ്പിസിയോട്ടമി ഇടുന്നതും റിപ്പയർ ചെയ്യുന്നതൊന്നും അറിയില്ല. ഈവൺ ഇപ്പൊ നമ്മൾ നോർമൽ ഡെലിവറി ആയില്ല എന്ന് വിചാരിക്കുക, സിസേറിയൻ സെക്ഷന് ചെയ്യാനും ഈ എപ്പിഡ്യൂറൽ തന്നെ മതിയാവും. യു ക്യാൻ കണ്ടിന്യൂ ദ എപ്പിഡ്യൂറൽ, ഗിവ് ഡോസ് കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിസേറിയൻ സെക്ഷൻ ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം, നെക്സ്റ്റ് 1-2 ദിവസത്തേക്ക് പെയിൻ റിലീഫിനും നമുക്ക് ഇതിൽ കൂടെ തന്നെ ഇത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ബിക്കോസ് യു ആർ കീപ്പിംഗ് ദാറ്റ് ഒരു വളരെ ചെറിയ ട്യൂബാണ് എപ്പിഡ്യൂറൽ കാത്തീറ്റർ എന്ന് പറയും. അത് ലെസ് ദാൻ 1 millimeter ഡയമീറ്ററേ ഉള്ളൂ. അത് 0.9 mm ഉള്ളൂ. അത് അവിടെ തന്നെ വെച്ചേക്കും, അത് ഒട്ടിച്ച് വെച്ചിരിക്കും. അപ്പൊ അതിൽ കൂടെ നമുക്ക് ഡ്രഗ് പുഷ് ചെയ്യാൻ പറ്റും. ഒരു 1 or 2 days നമുക്ക് അത് റീറ്റെയിൻ ചെയ്യാം. എന്റെ ഫ്രണ്ട് എന്റെ ഡെലിവറിയുടെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് പറഞ്ഞു, നീ ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞു സിസേറിയൻ മതി. കാരണം എനിക്ക് സിസേറിയൻ ചെയ്തിട്ട് ഒരു പ്രശ്നമില്ല. 48 hours നമ്മുടെ എപ്പിഡ്യൂറൽ എടുത്തിട്ട് എനിക്ക് ആ എഴുന്നേക്കുന്ന വേദനയില്ല, എനിക്ക് അറിഞ്ഞേ ഇല്ല നീ അത് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു 48 hours ഇങ്ങനെ ലാസ്റ്റ് നമുക്ക് പറ്റും. അതെ, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കത് റീറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻ ഒട്ടും അറിയില്ല. ഇപ്പൊ കുറേ പേര് അങ്ങനെ ഇലക്റ്റീവായിട്ട് സിസേറിയൻ വേണമെന്ന് പറയുന്ന കുറെ പേരുണ്ടെന്ന് തോന്നല്ലേ? ഓ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഓക്കെ സിസേറിയന് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞ പക്ഷെ രണ്ടും ഓക്കെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വന്നാലും അമ്മ ഹെൽത്തി ആയിട്ടും കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എന്തെങ്കിലും സിസേറിയന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം, ഈ ബാക്ക് പെയിൻ പോലെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും? ഈ പറഞ്ഞ പോലെ സിസേറിയൻ വേഴ്സസ് നോർമൽ ഡെലിവറിക്ക് ഒരു ആൻസർ ഇല്ല. ബിക്കോസ് ഹെൽത്തി ബേബി ആൻഡ് ഹെൽത്തി മദർ ഇസ് ദ ഓൺലി തിങ് ദാറ്റ് വി വാണ്ട്. പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമുക്ക് സിസേറിയൻ എന്തായാലും ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ഇപ്പൊ സിസേറിയൻ സെക്ഷൻ ഡിമാൻഡ് ചെയ്യുന്ന സ്ത്രീകളുടെ അടുത്ത് നമ്മൾ എപ്പോഴും പറയും, ഇപ്പൊ എലക്റ്റീവായിട്ട് സിസേറിയൻ ഡിമാൻഡ് ചെയ്യുന്ന സ്ത്രീകളോട് നമ്മൾ പറയും, വാട്ട് ഇസ് യുവർ ഫിയർ? എന്താണ് നിങ്ങളുടെ പേടി? അപ്പോൾ പല പേടികളുണ്ടാവും. ഒന്ന് യൂഷ്വലി കേൾക്കുന്നത് പെയിൻ ആണ്. പെയിൻ ആ സമയം ഒരു 10-12 മണിക്കൂർ ഈ പറഞ്ഞ പോലെ ലോങ് ലേബർ അവേഴ്സ്, അപ്പോൾ ആ സമയമൊക്കെ പെയിൻ എന്താ പറയാ പെയിൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പിഡ്യൂറലിന്റെ ഒരു ഓപ്ഷൻ പറയും. അങ്ങനെ തന്നെ കുറെ പേര് എലക്റ്റീവ് CS എന്നുള്ളത് മാറും. വേറെ ചില സ്ത്രീകളിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നമ്മുടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി എൻ്റെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ലാസ്റ്റ് അഡ്മിഷന് മുമ്പായി 2 ദിവസം മുമ്പ് ഒരു സ്കാൻ ചെയ്യും. സോ ദാറ്റ് യു ക്യാൻ അസസ് ദ ബർത്ത് വെയിറ്റ്
ആസ് വെൽ ആസ് എ ഹെഡ് സർക്കംഫറൻസ്. ഇപ്പൊ ബേബിയുടെ വെയിറ്റിനേക്കാളും ഇമ്പോർട്ടന്റ് ആക്ച്വലി ഹെഡിന്റെ സർക്കംഫറൻസ് ആണ്, ബിക്കോസ് ഹെഡാണ് ആദ്യം വരേണ്ടത്. അപ്പൊ ഹെഡിന്റെ സർക്കംഫറൻസ് കൂടും തോറും ഡെലിവറി ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി വരാം. അപ്പോൾ ബേസിക്കലി മദറിന്റെ പെൽവിസ് ഒരു ഫിക്സഡ് ഡയമീറ്റർ ആയിരിക്കും. ചെറിയ ചേഞ്ചസ് ലേബറിന്റെ സമയത്ത് കുറച്ചൊരു ചേഞ്ചസ് ഒക്കെ വരാം. ഈവൻ ഹെഡിനായാലും ചെറിയ ചേഞ്ചസ്, മോൾഡിങ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഡയമീറ്റർ കുറയും. പക്ഷെ വളരെയധികം ഡിഫറൻസ് ഉണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് കെഫാലോപെൽവിക് ഡിസ്പ്രൊപ്പോർഷൻ. ഈ ഡിസ്പ്രൊപ്പോർഷൻ ഉണ്ടെങ്കിൽ ഡെലിവറി ചെയ്യാതിരിക്കാം. അപ്പൊ നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം, അതായത് ഈ പേഷ്യന്റിന്, ഈ ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന് ചിലപ്പോൾ ഹെഡ് സർക്കംഫറൻസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഡെലിവറി ആന്റിസിപ്പേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ they won't be willing to go for a normal delivery. ഇപ്പോഴും നമ്മൾ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കും, ഈ പറഞ്ഞ പോലെ സിസേറിയൻ സെക്ഷന് ഉണ്ടാകാനാവുന്ന ബുദ്ധിമുട്ടുകൾ, നോർമൽ ഡെലിവറി ചെയ്താലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ രണ്ടും പറഞ്ഞ് മനസ്സിലാക്കും. ഫൈനലി ഇറ്റ്സ് ദ മദേഴ്സ് ചോയ്സ്. അപ്പോൾ അവസാനം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക അവരെ നോർമൽ ഡെലിവറിയിലേക്ക് ആക്കാനാണ്. എങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവർ ചിലപ്പോൾ they won't be willing to go for നോർമൽ ഡെലിവറി. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ സി സെക്ഷൻ ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്, സിസേറിയൻ സെക്ഷൻ കൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആസ് ഇറ്റ് ഇസ് എ മേജർ സർജറി, പെയിൻ യൂഷ്വലി കൂടുതലായിരിക്കും. പക്ഷെ അതിനെ നമുക്ക് ഈ പറഞ്ഞ പോലെ മാനേജ് ചെയ്യാൻ മെത്തേഡ്സ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരു സിസേറിയൻ കഴിഞ്ഞാൽ മിക്കവാറും നെക്സ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത്, ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ സെക്കൻഡ് ബേബി, ഇറ്റ് മൈറ്റ് ബി സിസേറിയൻ സെക്ഷൻ എന്നുള്ളൊരു കാരണം കൂടെ, അതാണ് മേജർ ഒരു ഇഷ്യൂ. പിന്നെ സർജറി ഓൺ ദ യൂട്രസ് ആയതുകൊണ്ട് പ്ലസന്റ റിലേറ്റഡ് ഇഷ്യൂസും ആസ് ദ നമ്പർ ഓഫ് സി സെക്ഷൻസ് ഇൻക്രീസസ് ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ പക്ഷെ ഇതൊന്നും അല്ലാതെ തന്നെ നമ്മൾ നേരെ സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ട പല പ്രോബ്ലംസും ഉണ്ടാവുന്നുണ്ട് ആസ് ദ മെറ്റേണൽ ഏജ് ഇൻക്രീസസ്. ബിക്കോസ് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഷിഫ്റ്റ് ഉണ്ട്. പണ്ട് ഒരു ഏർലി 20s ഫാമിലി കംപ്ലീറ്റ് ആണ്, ഇപ്പൊ 35 ചിലപ്പോൾ ചിന്തിക്കുന്നത് തന്നെ. അപ്പൊ നാച്ചുറലി മെഡിക്കൽ കണ്ടീഷൻസും മെഡിക്കൽ പ്രോബ്ലംസും എല്ലാം അമ്മമാർക്ക് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസീസ് ആണ് മിക്കതും. അപ്പൊ നമ്മൾ ചിലപ്പോൾ അത് കാരണം തന്നെ സി സെക്ഷൻസ് ഓപ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ദാറ്റ്സ് വൈ ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ സി സെക്ഷൻ റേറ്റ്. എൻഡോമെട്രിയോസിസ് ഇത് കേട്ടിട്ടുണ്ടോ? പക്ഷെ എഡനോമയോസിസ് എന്നായിട്ടുള്ളൊരു സംഭവം, ഇതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇത് രണ്ടും? പിന്നെ ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചില്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? സോ എൻഡോമെട്രിയോസിസ് ആൻഡ് അഡിനോമയോസിസ് ഒരു സിമിലർ ഒറിജിനുള്ള രണ്ട് അസുഖങ്ങളാണ് ആക്ച്വലി. ഇത് യൂട്രസിന്റെ ഏറ്റവും അകത്തെ ലൈനിങ് ആയ എൻഡോമെട്രിയം, അത് വേറെ ഏരിയാസിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ഈ രണ്ട് അസുഖങ്ങളും ഉണ്ടാകുന്നത്. യൂട്രസിന്റെ മസ്കുലർ വാളായ വാളിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അതിനെ അഡിനോമയോസിസ് എന്ന് പറയുന്നത്. വേറെ ട്യൂബ്സിലും ഓവറീസിലും പിന്നെ അറൗണ്ട് ദ യൂട്രസ് ആ ഭാഗത്തെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. രണ്ടും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഇത് ഉള്ള സ്ത്രീകൾക്ക്, ഈ രണ്ട് അസുഖങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പീരിയഡ്സ്, പെയിൻഫുൾ പീരിയഡ്സ് ആയിരിക്കും. പിന്നെ പെയിൻഫുൾ പീരിയഡ്സ് മാത്രമല്ല, ഈവൻ ഡിഫിക്കേഷൻ ബിക്കംസ് ഡിഫിക്കൽട്ട്. ദേ ഫീൽ ലൈക്ക് ദേ ഓൾവേസ്, അതായത് സ്റ്റൂൾസ് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഡിഫിക്കൽട്ടി, പീരിയഡ്സിന്റെ സമയത്ത് മാത്രമല്ല അല്ലാതെയും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. പിന്നെ യൂറിനറി സിംറ്റംസ്, അതായത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും എപ്പോഴും. പക്ഷെ നമ്മൾ പോയി യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻസ് ഇല്ല, അതാണ് ഒരു സിംറ്റം. പിന്നെ ഈ പറഞ്ഞ പോലെ പെയിൻഫുൾ സെക്സ്. പിന്നെ ബിക്കോസ് ഈ എൻഡോമെട്രിയോസിസും അഡിനോമയോസിസിനും ഈ നോർമൽ ഒരു അനാറ്റമി ഡിസ്റ്റർബ്ഡ് ആണ്, അത് യൂട്രസും ട്യൂബ്സും ഓവറീസും ഇരിക്കേണ്ട പോലെ അല്ല ഇരിക്കുന്നത്. സോ ദർ ഇസ് ഓൾവേസ് ചാൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. അപ്പൊ അതും ആണ് വേറൊരു സിംറ്റം. അപ്പം sadly it is these two diseases, both of these diseases are very much underdiagnosed. അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിംറ്റംസ് ഉള്ള സ്ത്രീകൾ നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ 90% ഓഫ് വിമൻ വിത്ത് ദീസ് സിംറ്റംസ് they will have some problem in the scan usually if it's done by an expert. അതായത് ഒരു വെജൈനൽ സ്കാൻ ചെയ്യാൻ, അതായത് എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അത് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു ഗൈനക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റിന് അത് ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ദർ ഇസ് നോ ഒബ്വിയസ് ചേഞ്ചസ് ഇൻ സ്കാൻ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ യൂട്രസ് അതുപോലെ തന്നെ ഇരിക്കുന്നു, ഓവറീസിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒരു അപ്പിയറൻസിലാണ് വ്യത്യാസം വരുന്നത്. ഷേപ്പില് സൈസിലൊക്കെ ചിലപ്പോൾ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകില്ല. അപ്പൊ നമ്മളെപ്പോഴും സ്കാൻ ചെയ്യുമ്പോൾ
അതിന്റെ അപ്പിയറൻസ്, അതെങ്ങനെയാണ് ഇരിക്കുന്നത് യൂട്രസും ഓവറിയും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് മൊബിലിറ്റി നോക്കും. ബിക്കോസ് എൻഡോമെട്രിയോസിസ് ആൻഡ് അഡിനോമൈസിസ് ഓൾവേസ് ഹാസ് അഡ്ഹഷൻസ്, അതായത് ഒട്ടിപ്പിടുത്തങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മൾ മൊബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. യൂഷ്വലി ഇറ്റ് ഹാസ് ടു മൂവ് ഫ്രീലി സ്കാൻ ചെയ്യുമ്പോൾ, പക്ഷെ അത് ഉണ്ടാവില്ല. പിന്നെ ചില ഭാഗങ്ങളിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നത്. സാഡ്ലി ഒരു 40% അല്ലെങ്കിൽ 40 to 50% സ്ത്രീകൾക്ക് മാത്രമേ ഡയഗ്നോസിസ് കിട്ടുന്നുള്ളൂ. ബിക്കോസ് ദ സ്കാൻ ഇസ് നോട്ട് ഗുഡ്. അപ്പോൾ എപ്പോഴും യു ഹാവ് ടു ഗോ ടു എൻ എക്സ്പേർട്ട് പേഴ്സൺ വിത്ത് ഹൂ ഡസ് സ്കാൻസ് ഫോർ ദിസ്. ഇപ്പൊ നമ്മുടെ അവിടെ നമ്മൾ സ്കാൻ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ഇപ്പോൾ ഓക്കെ യു ഹാവ് അഡിനോമൈസിസ് അല്ലെങ്കിൽ യു ഹാവ് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് ഡയഗ്നോസ് ചെയ്ത് ഇവർക്ക് ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നാച്ചുറലി എവറിബഡി വിൽ ഗോ ഫോർ എ സെക്കൻഡ് ഒപ്പീനിയൻ, പ്രോബ്ലി തേർഡ് ഒപ്പീനിയൻ, പ്രോബ്ലി എ 10th ഒപ്പീനിയൻ. അത് അതിൽ തെറ്റുണ്ടോ എന്ന് വെച്ചാൽ ഇറ്റ്സ് ദെയർ ബോഡി, ഇറ്റ്സ് ദെയർ ചോയ്സ്, ആൻഡ് ടേക്കിംഗ് എ സെക്കൻഡ് ഒപ്പീനിയൻ ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ. ബിക്കോസ് ചിലപ്പോൾ എടുത്താലേ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ദേ വിൽ ബി ലേബിൾഡ് ആസ് എ നോർമൽ സ്കാൻ, എ പേഴ്സൺ വിത്ത് എ നോർമൽ സ്കാൻ. അങ്ങനെ പിന്നെയും അവര് ബാക്ക് ടു സ്ക്വയർ വൺ ആയി, അതായത് ഈ അസുഖം ഇല്ലാന്ന് ലേബിൾഡായി. അപ്പൊ ട്രീറ്റ്മെന്റ് പിന്നെയും വൈകും. ഫൈനലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അവര് ദേ വിൽ കീപ് ഡോക്ടർ ഹോപ്പിംഗ്, അതായത് പല സ്ഥലങ്ങളിൽ പോയി ഹോപ്പ് ചെയ്ത് അവസാനം ബിക്കോസ് വി ഗേവ് എ ഡയഗ്നോസിസ് ദേ വിൽ കം ബാക്ക് സംടൈംസ്. അപ്പോഴത്തേക്കും നമ്മുടെ ഡിസീസ് ഭയങ്കരമായി പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഒരു സർജറി ആണെങ്കിൽ സർജറി ഓൾസോ ബിക്കംസ് ഡിഫിക്കൾട്ട്. അപ്പൊ എപ്പോഴും ഒരു എനിക്കറിയില്ല അതിന് എന്ത് മെത്തേഡ്സ് ആണ് ചെയ്യേണ്ടത്, പക്ഷെ ഓൾവേസ് ഗോ ടു എ പേഴ്സൺ ഹു ഈസ് എക്സ്പേർട്ട് ഇൻ ഡൂയിങ് സ്കാൻ ഫോർ അഡിനോമൈസിസ് ആൻഡ് എൻഡോമെട്രിയോസിസ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആരെങ്കിലും നിങ്ങൾക്കൊരു പ്രശ്നം ഇല്ല എന്ന് കേൾക്കുന്നതായിരിക്കും, അപ്പൊ അത് വിശ്വസിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെ? അത് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒറ്റക്ക് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അഭിപ്രായം എടുക്കില്ല. കുറേ പേര് അഭിപ്രായം എടുക്കണം. അപ്പൊ മെയിൻ ആയിട്ട് പറയാം അതൊക്കെ അവരുടെ സത്യല്ലേ, ഇതൊക്കെ അവരുടെ പൈസ സർജറി ചെയ്യാനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പൈസ പിടുങ്ങാനുള്ള ഒരു ഇതാണ് എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഫൈനലി ഇത് സഹിക്കുന്ന സ്ത്രീകൾക്കുണ്ടല്ലോ, ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ പെയിൻ ഇതുവരെ ഉണ്ടാവാത്ത പെയിൻ ആയിരിക്കും സ്കാൻ ചെയ്യുമ്പോൾ. ഈ വെജൈനൽ സ്കാനിൽ TVS പ്രോബ് ഉണ്ടല്ലോ, അതായത് നീളത്തിലൊരു പ്രോബ്. ആ പ്രോബ് വെച്ച് സ്കാൻ ചെയ്യുമ്പോൾ നോർമലി യൂട്രസിന് പെയിൻ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ്സ് ലൈക്ക് സെക്സ്, യു ഷുഡ് നോട്ട് ഹാവ് പെയിൻ. അപ്പൊ പെയിൻ ഉണ്ടെങ്കിൽ തന്നെ അത് അബ്നോർമൽ ആണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോ എനിക്ക് തോന്നുന്നു ആ സ്ത്രീകൾക്ക് അവസാനം മനസ്സിലാവും. ബിക്കോസ് അവർക്ക് റൂട്ടീൻ ആക്ടിവിറ്റീസ് പോലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ആ സമയത്ത് ഇതൊന്നും ഇല്ല എന്ന് വീട്ടുകാർ പറഞ്ഞാൽ ആദ്യമൊക്കെ അവര് സമ്മതിക്കും. കുറച്ച് കഴിയുമ്പോൾ ദേ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് there is something wrong and this doctor is right. അങ്ങനെ അവർ തിരിച്ചു വരുന്ന ഇഷ്ടം പോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എ സിമ്പിൾ സർജറി വിൽ മേക്ക് അല്ലെങ്കിൽ വിൽ ചേഞ്ച് ദെയർ ലൈഫ്. ഈ മെഡിക്കൽ നോളേജ് സത്യം പറഞ്ഞാൽ മറ്റെന്തിനേക്കാളും നോളേജിനേക്കാളും ഇമ്പോർട്ടൻ്റ് തോന്നുന്നു ഒരു സ്ത്രീയുടെ ശരീരം സ്വന്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പലർക്കും ഓപ്പൺ അപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഹസ്ബൻഡിനോട് പോലും പാർട്ട്ണറിനോട് പോലും എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ സെക്സിൽ പെയിൻഫുൾ ആണ് അല്ലേ. ഇപ്പൊ ഈവൻ ഓർഗാസം വരെ പ്രിട്ടൻഡ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇത് പിന്നീട് അവർക്ക് തന്നെയാണ് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുക. അതിനാണ് സെക്സ് എഡ്യൂക്കേഷൻ സോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മളുടെ സ്വന്തം ബോഡി എന്താണെന്ന് അറിയാതെ നമുക്ക് അതിൽ വരുന്ന പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. ഐഡന്റിഫൈ ചെയ്താലും ഓപ്പൺ അപ്പ് ചെയ്യാനും പറ്റുന്നില്ല. എങ്ങനെയാ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോ വാട്ട് ഇസ് ഓർഗാസം എന്ന് അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സെക്സ് എഡ്യൂക്കേഷൻ സോ വെരി ഇമ്പോർട്ടൻറ്റ്. കുഡോസ് ടു യു. ഞാൻ ഡോക്ടറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പ്രസവ വേദന എങ്ങനെയാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഒരു പ്രസവിക്കുമ്പോൾ നമുക്ക് അറിയില്ല ഇതിന്റെ പെയിൻ എങ്ങനെയാണ്. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിച്ചറിയും എങ്ങനെ ഇതിന്റെ വേദന. ആർക്കും അങ്ങോട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞുതരാൻ അറിയുന്നില്ല. അക്കോർഡിംഗ് ടു ഇപ്പൊ ബുക്സ് വെച്ചിട്ട് ഈ പെയിൻ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ 20 ബോൺസ് ഒരുമിച്ച് ഒടിയുന്ന വേദന എന്നൊക്കെ പറയും. പക്ഷെ ഇറ്റ്സ് എ വെരി അൺബെയറബിൾ പെയിൻ. എനിക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്. മൈൻ വാസ് എൻ എലക്ടീവ് സിസേറിയൻ സെക്ഷൻ. ഐ ഡിമാൻഡഡ് ഫോർ എലക്ടീവ് സിസേറിയൻ. ഞാൻ അതിനെ ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആരോടും ഉപദേശിക്കുകയല്ല. ഐ ഡിഡ് ഇറ്റ് ബിക്കോസ് ഐ ഹാഡ് സർട്ടൻ കണ്ടീഷൻസ്. പിന്നെ ആ ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകളുടെ നോർമൽ ബ്രീതിങ് പാറ്റേൺ വരെ ആ സമയത്ത് വ്യത്യാസം വരികയാണ്. ബിക്കോസ് പെയിൻ അത്രയ്ക്കും ഇമ്മൻസ് ആണ്. ഒരു ടോളറബിൾ ലെവൽസിലുള്ള പെയിൻ അല്ല. ഈവൻ നമ്മളുടെ ബ്രീതിങ് പാറ്റേൺ, ആസ് ഐ സെഡ്, നമ്മൾ പെയിൻ കൂടുന്തോറും നമ്മുടെ ബ്രീതിങ് പാറ്റേൺ ഭയങ്കര വ്യത്യാസം വരും. ബ്രീതിങ് ഷാലോ ആവും.
ഇങ്ങനത്തെ ഒരു ബ്രീത്തിങ് ആവും. അങ്ങനെ ബ്രീത്തിങ് ആവുമ്പോൾ തന്നെ നമ്മളുടെ മെറ്റബോളിസം, നമ്മുടെ ബോഡിയുടെ കുറേ ചേഞ്ചസ് വരും. സോ എനിക്ക് തോന്നുന്ന ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്നതിൽ ഏറ്റവും വലിയൊരു വേദന തന്നെ എനിക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. എനിക്ക് ഇതേപോലെ 40 വീക്സ് കഴിഞ്ഞിട്ടും എനിക്ക് പെയിൻ വന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഭയങ്കര ഹൈ ഫീവർ വന്നു. അപ്പൊ പിന്നെ ഇൻറ്റ്യൂസ് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് ആ സമയത്ത് ഞാൻ ശരിക്കും അറിഞ്ഞു ഇതിന്റെ പെയിന്. കാരണം എനിക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുന്നത് അതല്ല, എന്താന്ന് മനസ്സിലായി. അതെ, അങ്ങനത്തെ ഒരു ഫീലിംഗ് വരും. ബിക്കോസ് ഹെഡ് ഇറങ്ങുന്ന സമയത്ത് ആ റെക്ടത്തിന് ഒരു പ്രഷർ, അതായത് ബാക്കിലത്തെ ഏനൽ ഓപ്പണിങ്ങിന്റെ ജസ്റ്റ് മുകളിലുള്ള ഭാഗമാണ് റെക്ടം. അപ്പൊ ആ ഭാഗത്ത് പ്രഷർ വരുന്നത് യു ഫീൽ ദാറ്റ് യു വോണ്ട് ടു പൂ. പക്ഷെ അത് ആ ഹെഡ് ഇറങ്ങുന്നതിന്റെ ഒരു സിംറ്റം ആണ്. എനിക്കപ്പോ പിന്നെ അടുത്തുണ്ടായിരുന്നു ഞാനാട്ടം ഇനി ഇവിടെ പോവോ, എനിക്ക് അതെല്ലാ സ്ത്രീകളും പറയുന്ന ഒരു കാര്യം എന്ന് വിചാരിക്കും. പിന്നെ ഞാൻ തന്നെ സമാധാനിക്കും, വയറൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇതെല്ലാ സ്ത്രീകളും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെനിക്ക് ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഒരു സാധനം തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് വേദന വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ ചിന്ത ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോ ഈ എപ്പിസോട്ടമി പറഞ്ഞു, എങ്ങനെ നമ്മളത് കെയർ ചെയ്യണം? കാരണം ഞാൻ പറഞ്ഞല്ലോ ഹൈ ഫീവർ ആയിട്ട് ഞാൻ അഡ്മിറ്റ് ആയത്. അപ്പൊ എനിക്ക് നല്ല ചുമൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ എല്ലാ സ്റ്റിച്ചസും പൊട്ടിയായിരുന്നു, എനിക്ക് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്ത പെയിൻ ആയിരുന്നു. എനിക്കൊരു 28 ഡേയ്സ് അതിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ എങ്ങനെ കെയർ ചെയ്യണം ഇത്? നമുക്കൊരു ഇനീഷ്യൽ ഫേസിൽ എപ്പോഴും കുറച്ച് പെയിൻ കില്ലേഴ്സ് ആവശ്യം വരാറുണ്ട് എപ്പിസിയോട്ടമി പെയിൻ ആസ്പെക്ട് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ മേജർ ഇതെന്ന് പറഞ്ഞാൽ ഹൈജീൻ ആണ്. ഹൈജീനിക് ആക്കി നമ്മൾ, ബിക്കോസ് നമ്മൾക്ക് എല്ലാ സ്ത്രീകൾക്കും എസ്പെഷ്യലി ആദ്യത്തെ ആവുമ്പോൾ നമുക്ക് ആ ഭാഗം എക്സ്പ്ലോർ ചെയ്യാനോ തൊടാനോ പേടിയായിരിക്കും, അവിടെ സ്റ്റിച്ചസ് ഉള്ളതുകൊണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എപ്പോഴും ആ സ്റ്റിച്ചസിന്റെ ഇടയിൽ ഡേർട്ട് ഇരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, ബിക്കോസ് യു ഹാവ് ബ്ലീഡിങ്. ആ സമയത്ത് നമുക്ക് അതിൽ കൂടെ വെജൈനൽ ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പൊ ആ ബ്ലഡ് അവിടെ പറ്റിപ്പിടിച്ചിരിക്കാനും അതിൽ കൂടെ തന്നെ ഇൻഫെക്ഷൻ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഐ ഓൾവേസ് ടെൽ കീപ് ദ ഏരിയ ഹൈജീനിക് ആൻഡ് ക്ലീൻ. അതാണ് ഫസ്റ്റ് തിങ്. അപ്പൊ ഡേർട്ടും ബ്ലഡും അതിന്റെ ഇടയിൽ ഇരുന്നാൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആ ഭാഗത്ത് കുറച്ച് എഡീമ ഉണ്ടാവും. അപ്പൊ സിറ്റ്സ് ബാത്ത് ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു ബേസിനിൽ നമ്മൾ കുറച്ചൊരു വാം വാട്ടറിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് എഡീമ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കുറച്ചും കൂടെ ഒരു ഈസി ടു ക്യാരി ഓൺ വിത്ത് ദിസ് പെയിൻ ആയിട്ട് തോന്നുന്നു. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് അതായിരുന്നു സിറ്റ്സ് ബാത്ത്. ദാറ്റ് ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഇത് അതാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ പതുക്കെ യൂഷ്വലി സ്റ്റിച്ചസ് തന്നെ പോകുന്ന സ്റ്റിച്ചസ് ആയിരിക്കും. അപ്പൊ അത് തന്നെ പൊക്കോളും. യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി അത് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെയും നമ്മൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി അവിടെ തോന്നുകയാണെങ്കിൽ, അത് പെയിൻ കൂടുതലായിട്ട് തോന്നുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ ഒരു സംതിങ് അബ്നോർമൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഡോക്ടറുടെ അടുത്ത് പോയി കാണിക്കണം. ഓൺലി തിങ് ഇസ് ഹൈജീൻ ആൻഡ് ദാറ്റ് വർക്ക്സ്. ഇനി എനിക്ക് എപ്പോഴും തോന്നിയിരുന്നു നമ്മളിപ്പോൾ ഭയങ്കര നോർമൽ പ്രഗ്നൻസി, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, ഒന്നുമില്ല, ഒരു സ്കാനിൽ നമുക്കൊന്നും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ആ ഒരു ഡെലിവറി ടൈമിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതൊരു കോംപ്ലിക്കേഷൻ ആവുന്ന സിറ്റുവേഷൻസ് ഡോക്ടർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ഐ തിങ്ക് ഒബ്സ്റ്റെട്രിക്സ് ഇസ് വൺ ഓഫ് ദോസ് സ്പെഷ്യാലിറ്റീസ് വിച്ച് ഇസ് സോ അൺപ്രഡിക്റ്റബിൾ. അതായത് അടുത്ത നിമിഷം എന്ന് ഒരിക്കലും ഒരു ഡോക്ടർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഒബ്സ്റ്റെട്രിക്സിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ആസ് യു സെഡ്, ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് പ്രഗ്നൻസി, the healthiest mother and the healthiest baby as per the scans, എല്ലാ ബാക്കി ചെക്കപ്പ് ഒക്കെ വെച്ച്. പക്ഷെ ആ ലേബർ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴായിരിക്കും, ഈവൻ അതിന് മുമ്പും വരാം, അല്ലാതെ ലേബർ എന്ന് പറഞ്ഞാൽ സോ അൺപ്രഡിക്റ്റബിൾ. ഓരോ സെക്കൻഡും എന്ത് വേണമെങ്കിലും ഡിഫറൻസസ് ഒക്കെ വരാം ബേബിയുടെയും മദറിന്റെയും ഇതില് നൈറ്റ് മെയർസ് ഓഫ് ആൻ ഒബ്സ്റ്റെട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഏറ്റവും എനിക്ക് പേഴ്സണലി പേടിയുള്ളതാണ് ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ. ഇപ്പൊ ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയുമ്പോൾ ബേബി ഫുള്ളി ഡൈലേറ്റഡ് ആയിരിക്കും, ബേബിയുടെ ഹെഡ് പുറത്ത് വന്ന് ഷോൾഡർ വരാത്തൊരവസ്ഥയാണ് ഈ ഷോൾഡർ ഡിസ്റ്റോഷ്യ. സോ ഷോൾഡർ ഇസ് നോട്ട് ഏബിൾ ടു ബി ഡെലിവേർഡ്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലാണ് ഏറ്റവും വലിയൊരു നൈറ്റ് മെയർ. ബിക്കോസ് ഹെഡ് പുറത്തും വന്നു, എന്നാ പുറത്തേക്ക് എടുക്കാനും പറ്റുന്നില്ല. സിസേറിയൻ സെക്ഷൻ ചെയ്താലും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല, ബിക്കോസ് ഹെഡ് ഇസ് ഓൾറെഡി ഔട്ട്. അപ്പൊ ഹെഡിനെ അകത്തേക്ക് ആക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഈ സമയത്ത് ശരിക്കും നമ്മൾ പകച്ചു പോവും. പക്ഷെ നമുക്ക് പകയ്ക്കാൻ പറ്റില്ല, ബിക്കോസ് യു ഹാവ് ടു സേവ് ദ മദർ ആൻഡ് ദ ബേബി. ബിക്കോസ് നമ്മളൊരു 3-4 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ സമയം കിട്ടുള്ളൂ. ആ സമയത്തിനുള്ളിൽ നമ്മൾ ചില മാനുവേഴ്സ് ഉണ്ട്, റൊട്ടേഷൻ, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഷോൾഡറിനെ ഡെലിവർ ചെയ്തില്ലെങ്കിൽ ബേബി മൈറ്റ് ഹാവ് ബർത്ത് ആസ്ഫിക്സിയ. അപ്പൊ ഓക്സിജനേഷൻ പ്രശ്നമായിട്ട് ബേബിക്കും അമ്മയ്ക്കും പ്രശ്നമാണ്, അമ്മയെക്കാളും കൂടുതൽ ബേബിക്കാണ്. പിന്നെ നമുക്ക് അധികം സ്ട്രെച്ച് കൊടുക്കാനും പറ്റില്ല. സ്ട്രെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഷോൾഡറിലുള്ള നെർവ്സ് കംപ്രസ്ഡ് ആയിട്ട് പാരാലിസിസ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ബേബിക്ക്. പക്ഷെ ഫൈനലി
ഹെൽത്തി ഓക്സിജനേറ്റഡ് ബേബിയാണ് ആദ്യത്തെ പ്രിഫറൻസ് ദാൻ എന്തെങ്കിലും ഇഞ്ചുറി. അപ്പൊ ഷോൾഡർ ഡിസ്റ്റോഷ്യ ചിലപ്പോൾ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ചിലപ്പോൾ ചില ഇഞ്ചുറീസ് നമ്മൾ വേണം എന്ന് വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യും, ചിലപ്പോൾ വേണം എന്ന് വെച്ച് ചില മാനുവേഴ്സ് ചെയ്യും, അതിൽ ചിലപ്പോൾ നമ്മുടെ ബോൺസ് ഒടിയും ബേബിയുടെ. അപ്പൊ അതൊക്കെ ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എങ്കിലും അവിടെ ദിസ് ഈസ് ഗോയിങ് ടു ഹീൽ വിത്തിൻ 2 to 3 weeks. പക്ഷെ വാട്ട് ആർ പ്രയോറിറ്റി ഇസ് ആൻ ഓക്സിജനേറ്റഡ് ഗുഡ് ക്രൈയിങ് ബേബി. അപ്പൊ ഒന്ന് അതാണ്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ ഡിസ്റ്റോഷ്യ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഡിസ്റ്റോഷ്യ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇല്ല. 2.5 കിലോയുടെ ബേബി വരെ ഷോൾഡർ ഡിസ്റ്റോഷ്യ വന്നിട്ടുണ്ട്. പിന്നെ ഡയബറ്റിസിലാണ് ഇത് കൂടുതൽ വരുന്നത്. അൺകൺട്രോൾഡ് ഡയബറ്റിസിലാണ് യൂഷ്വലി ഷോൾഡർ ഡിസ്റ്റോഷ്യ വരുന്നത്. ഇതൊന്നുമില്ലാതെയും വരാം. പ്രീവിയസ് ഷോൾഡർ ഡിസ്റ്റോഷ്യ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയും നെക്സ്റ്റ് ചാൻസ് ഉണ്ട് വരാൻ. അപ്പൊ വേണമെങ്കിൽ ഇലക്ടീവ് CS നമ്മൾ ഓപ്ഷൻ കൊടുക്കും സിസേറിയന് പോവാം എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് സച്ച് എന്താ പറയുക ഡിസ്ട്രസിങ് ഒരു ഇവന്റ് ആണ്. അങ്ങനെയാണ്, അതാണ് ഒന്ന്. രണ്ടാമത്തെ കോഡ് പ്രൊലാപ്സ് ആണ്. കോഡ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ കോഡ് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ബേബിയുടെ ഹെഡ് ആണ് ശരിക്കും ആദ്യം വരേണ്ടത്. അതിന് പകരം അംബിലിക്കൽ കോഡ്, അതായത് പൊക്കിൾക്കൊടി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. പൊക്കിൾക്കൊടി പുറത്തേക്ക് വരുമ്പോൾ ഇതിലും ഇതാണ് പ്രശ്നം. പ്ലസ് ഈ ഓക്സിജനേഷൻ ടു ദ ബേബി കട്ടായി പോകും. ഒരു 2-3 മിനിറ്റ് കിട്ടും നമുക്ക്. അതിനുള്ളിൽ നമ്മൾ എമർജൻസി C-സെക്ഷൻ ചെയ്ത് ബേബീനെ എടുക്കണം. എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഇവന്റ് ആക്ച്വലി ഒരു 2 മാസം മുമ്പ് ഉണ്ടായി. അത് ശരിക്കും അതിപ്പോ ഒരു ഗോഡ്സ് ഹാൻഡും കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ. ബിക്കോസ് ഒരു പേഷ്യന്റ് വന്നു, 32 വീക്സ് ആയിരുന്നു, 32 വീക്സ് ആയിട്ടുള്ളൂ പ്രഗ്നൻസി. ഷി വാസ് ഹാവിങ് ട്വിൻസ്. അപ്പോൾ 32 വീക്സിൽ കഫായിട്ടാണ് വന്നത്. അപ്പോൾ ഭയങ്കര ചുമയ്ക്ക്. അപ്പം അങ്ങനെ ഭയങ്കര ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര ചുമയല്ല എങ്കിലും ആന്റിബയോട്ടിക്സ് എഴുതി. അതിൽ കൂടുതൽ അഡ്മിഷന്റെ ഒരു ചാൻസ് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഞാൻ ആദ്യം പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞു ആന്റിബയോട്ടിക്സ് കറക്റ്റ് ആയിട്ട് കഴിക്കണം, സ്റ്റീം ഇൻഹലേഷൻ ഉണ്ട്, നെബുലൈസേഷൻ വന്ന് എടുക്കണം എങ്ങനെ പറഞ്ഞ് ഞാൻ പേഷ്യന്റിനെ വിട്ടു. പേഷ്യന്റ് പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി വേണ്ട അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ പേഷ്യന്റിനെ പോയി തിരിച്ച് വിളിച്ചു കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തു. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ഇറ്റ്. എന്തോ അപ്പൊ ഇൻറ്റ്യൂഷൻ തോന്നി അങ്ങനെ ചെയ്യാം. ജസ്റ്റ് ട്വിൻസ് ഒക്കെ ആണല്ലോ, വേണ്ട ചാൻസ് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ട്വിൻസ് ആയതുകൊണ്ടല്ല, അല്ലാതെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് അവസാനിക്കാറായപ്പോഴത്തേക്കും സ്പോണ്ടേനിയസ്ലി ഷി ഹാഡ് ലീക്കിംഗ്. ഇവരുടെ വീട് എന്റെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് അറൌണ്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും ഉണ്ട് ട്രാവല്. അപ്പൊ ലീക്കിംഗ് ആയാൽ നാച്ചുറലി അവർ ഇവിടെ വരിക എന്നുള്ളതാണ്. പക്ഷെ ബിക്കോസ് ഷീ വാസ് അറ്റ് മൈ ഹോസ്പിറ്റൽ, അറ്റ് അവർ ഹോസ്പിറ്റൽ, വെൻ ഐ ഡിഡ് എ ഐ വാസ് ദെയർ, അവരുടെ കൂടെ ഞാൻ അപ്പൊ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കോഡ് പ്രൊലാപ്സ് ആണ്. എമർജൻസി ആയിട്ട് C-സെക്ഷൻ ചെയ്ത് വിത്തിൻ 2 minutes ബേബി ഔട്ടായി. ബേബീസ് വെർ ഫൈൻ. അപ്പൊ അതാണ് ഈ കോഡ് പ്രൊലാപ്സ് പറഞ്ഞാൽ നമുക്ക് ആക്ട് ചെയ്യാനൊന്നും ഒരു സമയമില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും ഒരു സമയമില്ല, കൺസെന്റ് എടുക്കാൻ സമയമില്ല. ജസ്റ്റ് പേഷ്യന്റിന്റെ അടുത്ത് പറയുന്നു സിസേറിയൻ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ അൺഎക്സ്പെക്ടഡ് എമർജൻസി. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പറയില്ല ദൈവം പല രൂപത്തിലുണ്ടായിരിക്കുന്നത്. അവര് ആ സമയത്ത് ഡോക്ടർ ആയിരിക്കും, അവരെ ദൈവം എന്ന് പറയുന്നത് ഡോക്ടറിനെ ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക. എന്തുകൊണ്ടോ നമുക്ക് ചില ഇൻറ്റ്യൂഷൻസ് വരും. അല്ലെങ്കിൽ ആ പേഷ്യന്റ് ചിലപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ആയില്ലായിരുന്നെങ്കിൽ ലീക്കിംഗ് വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ പ്രോബബ്ലി ഒരു ബേബിയെങ്കിലും ചിലപ്പോ നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോയത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ പ്രഗ്നന്റ് ആയപ്പോഴാണ് ഇപ്പൊ എന്നെ ട്രീറ്റ് ചെയ്ത എന്റെ ഗൈനക്കോളജിസ്റ്റ്. അപ്പോ ഈ ഒരു പേഷ്യന്റിനേക്കാൾ കൂടുതൽ ഒരു വീട്ടിലത്തെ നമ്മൾ പറയില്ലേ നമ്മുടെ സ്വന്തം ഒരു പേഷ്യൻ്റ് ആയിട്ടല്ല എന്നെ ഇവിടെ ആണെങ്കിലും എന്നെ ട്രീറ്റ് ചെയ്തേക്കുന്നത്. കാരണം എന്നെക്കാൾ കൺസേൺ ആണ്. ഇപ്പം എനിക്ക് പനി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ടെൻഷനാണ്, ഓക്കെ എങ്ങനെ പോകുന്നു ഏത് പോകുന്നു. അത് എനിക്കറിയില്ല, വേറെ ഞാൻ അധികം ഡോക്ടേഴ്സിന് ഗൈനക്കോളജിസ്റ്റിന് തോന്നുന്നത് കൂടുതലും നമ്മളെ വീട്ടിലത്തെ ഒരു കുട്ടിയെ അമ്മനെയും സേഫ് ആക്കി ശരിക്കും നമുക്ക് മനസ്സിലാവും. അവര് OP-യിൽ എന്റെ കേസിലാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവര് വരുമ്പോ തന്നെ എന്തോ പ്രശ്നമുണ്ട്, കോൾഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താ ചുമക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ അവിടെ വെയിറ്റിംഗ് ഏരിയ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ വരുന്ന വരവിൽ തന്നെ നമുക്ക് അവരുടെ ആ ഒരു വൈബ് മനസ്സിലാവും. എന്തോ അടി കൂടിയിട്ടാണോ വരുന്നത്, ഹസ്ബൻഡായിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. നമ്മളെ മാത്രമല്ല നോക്കും, നമ്മൾ ബൈസ്റ്റാൻഡേഴ്സ്, നമ്മൾ എല്ലാവരും വന്ന് അവരെ പോലും നോക്കും. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ നമ്മള് ബൈസ്റ്റാൻഡർക്ക് ചിലപ്പോൾ ചുമയുണ്ട്, അപ്പൊ അവരോട് പറയും മാസ്ക് വെച്ചില്ലെങ്കിൽ വൈഫിന് കിട്ടും, അത് പ്രശ്നമാവും. സോ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്സ്റ്റെട്രിക്സ് എസ്പെഷ്യലി, അതായത് പ്രഗ്നൻസിയിൽ നമ്മൾ
ഹോൾ ഫാമിലി ആയിട്ട് അത്രയും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സോ യു നോ ദറ്റ് വൈബ് ഓഫ് ദ ഫാമിലി ആൻഡ് ദാറ്റ് റിയലി ഹെൽപ്സ്. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു കുറെ കാര്യങ്ങളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോ പലവർക്കും വിവാഹം കഴിക്കുന്നേ അല്ലെങ്കിൽ ഓക്കെ പാർട്ട്ണറും പോലും വേണ്ട എന്ന് ചിന്തിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ ജനറേഷൻ മാറുന്നതനുസരിച്ചിട്ട്. പക്ഷെ ഒരു കുഞ്ഞ് വേണം എന്നുള്ളത് കുറേ പേരുടെ ഒരു ആഗ്രഹമായിരിക്കും, കുഞ്ഞ് വേണം എന്നുള്ളത്. അപ്പോൾ ഒരു സിംഗിൾ പാരന്റിന് IVF ഓപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഷുവർ. ഇന്ത്യൻ ലോ അത് സമ്മതിക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ ലോ, എ സിംഗിൾ വുമൺ can opt for IVF and conceive a baby എന്നാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി എ സിംഗിൾ മദർ, ഇറ്റ് ക്യാൻ ബി എ വിഡോ, ഇറ്റ് ക്യാൻ ബി ഒരു ആർക്ക് വേണമെങ്കിലും ഇറസ്പെക്ട് ഓഫ് ദ മാരിറ്റൽ സ്റ്റാറ്റസ് ഷീ ക്യാൻ ഗോ ഫോർ ഐദർ an IUI or an IVF എന്നാണ്. അതായത് ഡോണർ സ്പെർം ഉപയോഗിച്ച് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ അഥവാ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഉപയോഗിച്ച് കൺസീവ് ആവാം. പക്ഷെ മെയിൽസ് കനോട്ട് ഡു ഇറ്റ് ബിക്കോസ് അതിലൊരു ഡോണർ എഗ്ഗും വേണം, അത് എഗ്ഗ് ഡൊണേറ്റ് ചെയ്യാൻ ഒരാൾ വേണം, പിന്നെ അത് സർഗേറ്റും വേണ്ടി വരും. സോ അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ ലോ ഒരു സ്ത്രീക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കര ഞാനൊരു സ്പേം ഡൊണേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ആൺകുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അയ്യോ ഇത് എവിടെ ചെയ്യാൻ പറ്റും, എത്ര വട്ടം ചെയ്യാൻ പറ്റും, കാരണം പൈസ ഉണ്ട്, അപ്പോൾ പൈസയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇപ്പൊ റൂൾ ഉണ്ടെന്ന് തോന്നില്ല, വൺ ടൈം കുറേ പേർക്ക് അറിയില്ല, എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട്. പിന്നെ അൺപ്ലാൻ പ്രഗ്നൻസി ആൻഡ് അബോർഷൻ. കുറേ പേര് ഈ അൺപ്ലാൻ പ്രഗ്നൻസിയും തന്നെ ഒട്ടും വിചാരിക്കാതെ പ്രഗ്നന്റ് ആവുന്നു. അബോർഷൻസ് അല്ല മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഇൻസിഡന്റ് കണ്ടിട്ടുണ്ടാവും, ജനവാതിൽ കൂടെ കുട്ടീനെ എറിഞ്ഞ ഒരു ഇൻസിഡന്റ്, അതൊക്കെ. പക്ഷെ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ളത് എങ്ങനെ അത് നോക്കി കാണുന്നു ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ലൈഫിൽ വരുമ്പോൾ? അതെ, അൺപ്ലാൻ പ്രഗ്നൻസീസ് ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. ബിക്കോസ് ഇതിന്റെ യൂഷ്വൽ കോസസ് എന്ന് പറയുന്നത് ഒന്ന് കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ ആവാം. കോൺട്രസെപ്ഷൻ ഉപയോഗിച്ചു പക്ഷെ ഫെയിലായി. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് IPIL. അത് എനിക്ക് ഇവിടെ പറയണമെന്നറിയില്ല, പക്ഷെ IPIL കഴിച്ച് ഫെയിൽ ആവുന്നത് ഇവരുടെ പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. IPIL is now used as a routine contraception instead of an emergency contraception. ബിക്കോസ് ഇത് ഈ ഓവുലേഷൻ ഓൾറെഡി ഓവുലേഷൻ കഴിഞ്ഞ ഒരു സ്ത്രീക്ക് ഈ IPIL എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. ഇത് ഓവുലേഷൻ പ്രിവെന്റ് ചെയ്തിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്, അത് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എപ്പോൾ കഴിച്ചാലും ഇത് വർക്ക് ചെയ്യും. ഇറ്റ്സ് എ വണ്ടർ ഡ്രഗ്, ഇറ്റ്സ് എ ഗുഡ് ഡ്രഗ്. അതൊരു ഹൈഡോസ് പ്രൊജസ്ട്രോൺ പില്ലാണ്. അപ്പോൾ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓവുലേഷൻ ഓൾറെഡി നടന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വർക്ക് ചെയ്യണം എന്നില്ല. ഒന്ന് ഈ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ, അതായത് ബിക്കോസ് യു ഡോണ്ട് നോ പ്രോപ്പർലി ഹൗ കോൺട്രസെപ്റ്റീവ് വർക്ക്സ്, അങ്ങനെ അവലെ കോണ്ടം ബ്രേക്കേജ് അല്ലെങ്കിൽ IPIL മിസ് ചെയ്യുന്നത്, കോപ്പർട്ടി ഡിസ്പ്ലേസ്ഡ് ആവുന്നത്, അങ്ങനെയല്ല. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു പാർട്ട്ണറിന് കോൺട്രസെപ്ഷൻ ഉപയോഗിക്കാൻ മടി, കോണ്ടംസ് ആവാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളാവാം. പിന്നെ ഇപ്പോൾ ഇഫ് ദ വുമൺ ഇസ് നോട്ട് റെഡി ഫോർ ദ പ്രഗ്നൻസി, ഇപ്പൊ ആ സമയത്ത് ചിലപ്പോൾ പ്രഗ്നന്റ് ആവാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് മനസ്സിലാവുകയാണ് ഇമോഷണലി, ഫിസിക്കലി ആൻഡ് മെന്റലി ഷീ ഈസ് നോട്ട് ഓക്കെ ടു കണ്ടിന്യൂ വിത്ത് ദ പ്രഗ്നൻസി. ഇതൊക്കെയാണ് യൂഷ്വൽ. പിന്നെ ഉള്ളത് ഒരു സെക്ഷൽ അബ്യൂസ് കാരണം വരുന്ന പ്രഗ്നൻസി, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഇതൊക്കെ അൺപ്ലാൻഡ് പ്രഗ്നൻസീസ് ആണ്. ആൻഡ് എവ്രി വുമൺ ഹാസ് എ റൈറ്റ് ടു അബോർഷൻ ഇൻ ഇന്ത്യ. അതിൽ ജഡ്ജ്മെന്റോ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് ഹെർ ചോയ്സ്. അതിനൊരു പാർട്ട്ണറിന്റെ ഒരു കൺസെന്റും ആവശ്യമില്ല. അത് ആ പ്രഗ്നൻസി എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ ചോയ്സ് ആണ്. അൺസേഫ് അല്ല, അതായത് ഒരു സേഫ് അബോർഷൻ സർവീസസ് അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ പല പ്രോബ്ലംസ് ഉണ്ടാവും. ബിക്കോസ് എനിക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഗൈനക്കോളജി MD ചെയ്യുന്ന സമയത്താണ്. ഒരു സ്ത്രീ, ഷീ വാസ് മാരീഡ് ബട്ട് ദെൻ ഷീ വാസ് ഹാവിങ് എന്താ പറയുക ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. ഹസ്ബൻഡ് അബ്രോഡാണ്, വരാറേയില്ല. ഐ തിങ്ക് ഷീ വാസ് നോട്ട് ഇൻ ഗുഡ് ടേംസ് ഓൾസോ. അങ്ങനെ ഇവിടെ അവർക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായി, അങ്ങനെ അവർ പ്രഗ്നന്റ് ആയി. പക്ഷെ നാച്ചുറലി സൊസൈറ്റി ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവർക്കത് പുറത്തു പറയാൻ പറ്റിയില്ല. ബട്ട് അവര് തന്നെ കുറെ ഹോസ്പിറ്റൽസിൽ പോയി. കുറച്ചു കാലം മുമ്പത്തെ കാര്യമാണ്. ആ സമയത്ത് ഇത്രയും പോലും അബോർഷൻ സർവീസസ് അവൈലബിൾ അല്ല. ഇപ്പൊ കുറച്ചും കൂടെ ജഡ്ജ്മെന്റ് ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ അവർ പോയി, അവർ നിഷേധിക്കപ്പെട്ടു ഈ അബോർഷൻ സർവീസസ്. അങ്ങനെ ഫൈനലി വാട്ട് ഷീ ഡിഡ് വാസ് ഷീ ഗൂഗിൾഡ് ഓർ പ്രോബബ്ലി ആസ്ക്ഡ് സം പേഴ്സൺ. എന്നിട്ട് ഇവരെ ഒരു ട്വിഗ്, അതായത് ഒരു കമ്പെടുത്ത് യൂട്രസിന്റെ അകത്തേക്ക് പ്രഗ്നൻസിയിൽ അവിടെ കയറ്റി വെച്ചു. ഏകദേശം 3 months ഒക്കെ കഴിഞ്ഞിട്ടോ.
അങ്ങനെ അവരത് അങ്ങ് വെച്ച് ഒരാഴ്ച എന്തോ കഴിഞ്ഞു, ഇൻഫെക്ഷൻ ഭയങ്കരമായി, അവരെ സെപ്റ്റിക് ഷോക്കിലേക്ക് പോയി. അപ്പൊ അതായത് സെപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഇൻഫെക്ഷൻ അത്രയ്ക്ക് സ്പ്രെഡായി ബോഡി അത്രയും മോശമായ ഒരു അവസ്ഥയാണ്, വീക്കാവുന്ന ഒരു അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത്. അങ്ങനെ അവര് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്ന് അഡ്മിറ്റ് ആയത്. അവർക്ക് അതായത് അവർ ഷി വാസ് ഇൻ ICU ബിക്കോസ് ഓഫ് ദിസ്. അപ്പൊ ഐ വാസ് തിങ്കിങ് ഒരു പ്രോപ്പർ ഒരു ഇത് കിട്ടിയിരുന്നെങ്കിൽ പ്രോബബ്ലി അവർ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തില്ലായിരുന്നു. ഓൾസോ ഈ സ്ത്രീകൾക്ക് എപ്പോഴും പേടിയാണ്, ഒരു ഗുഡ് ഹോസ്പിറ്റലിൽ പോകാൻ ഇവർക്ക് പേടിയാണ്. അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ക്വാക്കിനെയോ അല്ലെങ്കിൽ ഒരു അൺരജിസ്റ്റേർഡ് ഒരു ക്ലിനിക്കിലൊക്കെ ആയിരിക്കും പോകുന്നത്, അധികം ആൾക്കാർ കാണാതിരിക്കാൻ. അങ്ങനെ പോകുമ്പോൾ ഇവര് മെഡിസിൻസ് തരും. ഇത് കഴിഞ്ഞതിന്റെ ഫോളോ അപ്പ് ചെയ്യില്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു സ്കാൻ ചെയ്യില്ല. ചിലപ്പോ അൺസേഫ് ആയിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും കൊടുക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറയും. നമ്മളെപ്പോഴും ഈ MTP അതായത് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റുകളും സ്കാൻസും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഒരു ലെസ് ദാൻ 5% ഓഫ് പ്രഗ്നൻസി ക്യാൻ ബി ട്യൂബൽ പ്രഗ്നൻസീസ്. ഇപ്പൊ എനിക്ക് നാളൊരു പേഷ്യന്റ് വന്നതാണ്. അവര് ഇതേപോലെ ഒരു അൺരജിസ്റ്റേർഡ് ക്ലിനിക്കിൽ പോയി, അവര് മരുന്ന് കൊടുത്തു, ഒരു ടെസ്റ്റും ഇല്ല, ജസ്റ്റ് ടുക്ക് ദ മണി, ഗേവ് ദ പിൽസ്. അങ്ങനെ ബിക്കോസ് എനിവേ ഇതൊരു ഓവർ ദ കൗണ്ടർ ഡ്രഗ് അല്ല, പോയി വാങ്ങാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഒരു സ്ഥലത്തുനിന്ന് വാങ്ങുക അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷനിലേക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഇവര് മരുന്ന് വാങ്ങി കഴിച്ചു. 2 ആഴ്ചയായിട്ടും ഇവർക്ക് ബ്ലീഡിങ് ഉണ്ട്, പെയിൻ സിവിയറായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവര് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോൾ ഇവരുടെ പ്രഗ്നൻസി യൂട്രസിന്റെ അകത്തല്ല, ട്യൂബിലാണ്, ആൻഡ് ഇറ്റ് ഇസ് ഗ്രോയിങ്. അപ്പൊ ഈ പ്രഗ്നൻസി പിൽസ് MTP പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഇൻട്രായൂട്രൈൻ അതായത് യൂട്രസിന്റെ അകത്തെ പ്രഗ്നൻസിയെ പോവുള്ളൂ. അത് ട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഗ്രോ. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ. അപ്പൊ ട്യൂബ് പൊട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട്. അങ്ങനെ ഈ പേഷ്യന്റ് ഓൾമോസ്റ്റ് റപ്ചർ ട്യൂബായിട്ടാണ് വന്നത്. എന്നിട്ട് നമ്മളൊരു എമർജൻസി സർജറി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്കാൻ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും ബ്ലഡ് ടെസ്റ്റ് ആൻഡ് സ്കാൻ ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ബിഫോർ ഡൂയിങ് എ ടെർമിനേഷൻ. സോ ഓൾവേസ് ഗോ ടു എന്താ പറയാ ഒരു രജിസ്റ്റേർഡ് ക്ലിനിക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടു ഡു MTPs. ഇപ്പൊ MTPക്ക് രജിസ്ട്രേഷൻ വേണം, എല്ലാ ഹോസ്പിറ്റൽസിലും ചെയ്യാൻ പറ്റില്ല. അതിന് രജിസ്ട്രേഷൻ ഉള്ള ഹോസ്പിറ്റൽസിലേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ. ആർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് ചെയ്താലും ഇപ്പൊ 2 മെത്തേഡ്സ് ഉണ്ട് ബേസിക്കലി നമ്മളിത് ചെയ്യാൻ. ആദ്യം നമ്മളെപ്പോഴും 3 ഔട്ട്കംസ് അതിൽ നമ്മൾ പറയാം. അതായത് ഒന്നുമില്ലെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ദ പ്രഗ്നൻസി ഇഫ് ഷീ ഈസ് ഓക്കെ വിത്ത് ഇറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ടാണ് ഇതിന്റെ കാരണം, വാട്ട് ഇസ് ദ റീസൺ ദേ ആർ ഓപ്റ്റിംഗ് ഫോർ എ ടെർമിനേഷൻ നോക്കും. ഓക്കെ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ സ്പേസിങ് ഇഷ്യൂസ് ആയിരിക്കും, ആദ്യത്തെ ബേബിക്ക് 2 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞു നോക്കും, ഓക്കെ ഇത് ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഏജ് കൂടുന്തോറും ചിലപ്പോൾ പ്രഗ്നൻസി ബുദ്ധിമുട്ടാവാം, അപ്പൊ ഇതിനെ കളയാതിരിക്കാം. അങ്ങനെ കുറച്ചൊരു കൗൺസിലിംഗ് കൊടുക്കും. എന്നിട്ടും പറ്റുന്നില്ല, അത് അവരുടെ ചോയ്സാണ്. അങ്ങനെ അപ്പോൾ രജിസ്റ്റേർഡ് മെഡിക്കൽ ഒരു പ്രാക്ടീഷണർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സോ ദാറ്റ്സ് സോ ഇമ്പോർട്ടന്റ്. ആൻഡ് വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഒരു MTP സർവീസസ് കൊടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ഇത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആണെന്നുള്ളത് ആരും അറിയുന്നില്ല. അവരെ ഐഡന്റിറ്റി പുറത്തു വരുമോ, ഇതാവും കൂടുതൽ പേടിക്കുന്നത്. അതെ അത് വളരെയധികം ഉണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന ഡോക്ടറും ശ്രദ്ധിക്കണം, അത് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കണം. ഈവൻ കൂടെ നിൽക്കുന്ന സ്റ്റാഫ് ചിലപ്പോ ഇൻഫർമേഷൻ തൊട്ടടുത്തുള്ള വീടിന്റെ അടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഐ ഹാഡ് ടു ഫയർ ദാറ്റ് മൈ ഒരു കൊളീഗിന്. എന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ അവിടെ തന്നെ ഒരു സംസാരമൊക്കെ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ്സ് സോ ബാഡ്. അങ്ങനെ നമ്മൾ ഒരിക്കലും അത് ഇപ്പൊ ഭയങ്കര കോമൺ ആണ്. നമ്മൾ ചിലപ്പോൾ ഡോക്ടർമാരായിരിക്കില്ല, ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റാഫുകളായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മൾ നഴ്സുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ഇതിൽ ആരാണെന്ന് പറയുന്ന പോലെ അല്ല, ഇങ്ങനെ ഒരാളോ മറ്റൊരാളോട് പറഞ്ഞാൽ മതി, പിന്നെ അതിങ്ങനെ സ്പ്രെഡ് ആവും. അതെ അത് ഭയങ്കര കഷ്ടമാണ്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു എംപത്തറ്റിക് ആയിരിക്കണം. നമുക്കും ആ സിറ്റുവേഷൻ വരാം, എന്തുകൊണ്ട് അങ്ങനെ വന്നു, നമ്മൾ അവരുടെ വീട്ടിൽ പോയി നോക്കുന്നില്ല വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്നുള്ളത്. എപ്പോഴും ആ ഒരു അബോർഷൻ സർവീസസ് എടുക്കുന്ന ഒരാളെ ഒരിക്കലും ആ കണ്ണുകൊണ്ട് തന്നെ കാണണം എന്ന് പറയുന്നത് ശരിയല്ല. ഈ അബോർഷൻസിന് മാത്രമായിരിക്കും, ചിലപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങളായിരിക്കാം, അങ്ങനെ പല നമ്മളുടെ എയ്ഡ്സ് പോലുള്ളതായിരിക്കും. ഇതൊക്കെ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ട് എല്ലാവരും വെക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്. അതെ അത് ഇറ്റ്സ് ആക്ച്വലി ഒരു മെഡിക്കലി ആൻഡ് എത്തിക്കലി അത് ശരിയല്ല. നമ്മൾ പുറത്ത് ഇപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒരു കപ്പിൾ വന്നു.
കപ്പിൾ വന്നിട്ട് ആ സ്ത്രീക്ക് കുറച്ചൊരു PCOD ഇഷ്യൂസ് ഉണ്ട്. ഹസ്ബൻഡ് സെമിൻ അനാലിസിസ് വാസ് കൈൻഡ് ഓഫ് ഓക്കെ. ദേ ടുക്ക് സം ട്രീറ്റ്മെന്റ്, ഒരു 3 months എടുത്തു. അത് കഴിഞ്ഞിട്ട് ഷീ വാസ് മെന്റലി നോട്ട് ഓക്കെ ടു കണ്ടിന്യൂ. അപ്പോൾ ഷീ വെന്റ് ഫോർ ഹയർ സ്റ്റഡീസ്. അതിന്റെ അടുത്ത മാസം ഹസ്ബൻഡും മദർ ഇൻ ലോ കൂടെ വരികയാണ്. ഷീ വാണ്ട്സ് ഓൾ, അതായത് എല്ലാ റിപ്പോർട്ട്സും വേണം. എന്താണ് ഈ പെൺകുട്ടിയുടെ പ്രശ്നം എന്ന് മദർ ഇൻ ലോനെ അറിയണം. സോ ദാറ്റ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരിക്കലും നമ്മള് ഒരു ഫെർട്ടിലിറ്റി ആയാലും അത് കപ്പിളിന്റെ ഇഷ്യൂ ആണ്. അത് ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ നമ്മൾ ഒരിക്കലും അത് പുറത്ത് പറയാനോ അല്ലേ. ഞാൻ പറഞ്ഞു വിട്ടു ആ മദർ ഇൻ ലോനെ. അപ്പം ഈവൻ ഹസ്ബൻഡ് എന്തിനാണ് വന്നത്, ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു എന്തിനാണ് ഇത് വേറെ ആൾക്കാരെ അറിയിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് അല്ല. പല സ്ഥലത്തും ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഒരു ഇഷ്യൂ ആണ്. അത് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് പേഷ്യന്റ് നമ്മൾ ഒരിക്കലും പുറത്ത് പറയരുതെന്നാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഈ MTPയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് എപ്പോഴും അത് ചെയ്തു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ആസ് എ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എനിക്ക് ചെറിയ ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് ഓക്കെ, അത് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ നോക്കുന്ന സാധനം നമ്മൾ, പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതിനും അർത്ഥമില്ല. എന്ന് വെച്ചാൽ യു ആർ ജസ്റ്റ് എ പ്രൊഫഷണൽ, ഇറ്റ്സ് നോട്ട് യുവർ ഡിസിഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ മോറലി ഓൾസോ സ്പീക്കിംഗ്, എന്റെ ഡിസിഷൻ അല്ല അത് ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളത്. ഒരാള് നമ്മളുടെ അടുത്ത് വന്ന് ഒരു ഗൈനക്കോളജിക്കൽ ആവശ്യം പറയുമ്പോൾ അത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇസ് മൈ ഡ്യൂട്ടി എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ച് പറഞ്ഞപ്പോ എനിക്ക് അബോഷൻസ് കേൾക്കുമ്പോൾ എനിക്ക് അയ്യോ എന്തിനാ അങ്ങനെ. പക്ഷെ എനിക്ക് ഇപ്പൊ കുറെ ന്യൂസ് കാണുമ്പോൾ തോന്നുന്നു ഓക്കെ വേണ്ട എന്നുണ്ടെങ്കിൽ അബോഷനാണ് നല്ലത്. കാരണം ഒരു കുഞ്ഞിനെ കൊല്ല അല്ലെങ്കിൽ അതിനെ ഉപദ്രവിക്കുക എന്നുള്ളതിനൊക്കെ എത്രയോ നല്ലതാണ് അവരുടെ ഡിസിഷൻ ആയിട്ട് ഒരു അബോഷൻ എന്നുള്ളത് ഓപ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ചിലപ്പോൾ പ്രഗ്നൻസി സംഭവിച്ചിട്ട് അമ്മയുടെ മെന്റൽ സ്റ്റേറ്റസ് പൂർണ്ണമായും തകരാറിലാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓൾറെഡി ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ, പാർട്ട്ണർ ചിലപ്പോൾ ഒട്ടും സപ്പോർട്ടീവ് ആയിരിക്കില്ല, അവരൊരു ഡിവോഴ്സിന്റെ വേർജിലായിരിക്കാം. അങ്ങനെ കുറെ സിറ്റുവേഷൻസ്. ഐ എം നോട്ട് സപ്പോർട്ടിങ് അബോർഷൻ, ബട്ട് അത് അത്രയും അത്യാവശ്യമായിട്ടുള്ള സ്ത്രീകൾക്ക് ജഡ്ജ്മെന്റ് ഇല്ലാതെ കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും മെനോപോസിനെ കുറിച്ച് സംസാരിക്കും. മെനോപോസ് ഓക്കെ ഫിസിക്കലി കുറേ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള മെന്റലി സ്ത്രീകൾ അനുഭവിക്കുന്നു. കാരണം ചിലർ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വക്കിൽ വരെ എത്തി. എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ മദറിൻ്റെ ഒരു എനിക്ക്. അപ്പോൾ ഈ ഒരു അതെന്നാൽ എല്ലാവർക്കും അറിയില്ല ഈ മെനോപോസ് എന്ന സ്ത്രീകളുടെ ശരീരം ഭയങ്കര ചൂടായിരിക്കും, അവരുടെ മൂഡ് എക്സ്ട്രീം മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും. അതൊന്ന് ഡോക്ടർ പറയൂ. ഈ മെനോപോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേൾഡിൽ കിട്ടാവുന്ന എന്ത് സിംറ്റം ഉണ്ടോ അതെല്ലാം വരാമെന്നാണ്. അതായത് ജസ്റ്റ് ഒരു ഇച്ചിങ് സ്കിൻ, അല്ലെങ്കിൽ പീരിയഡ് ഇറഗുലാരിറ്റി, ടിൽ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ്. അതായത് ഇറ്റ്സ് ലൈക്ക് എ സ്പെക്ട്രം. വാട്ട് ഇസ് നോട്ട് ദെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, എവ്രിതിങ് ഇസ് ദെയർ. അപ്പൊ അതൊരു ബിഗ് ട്രാൻസിഷൻ ആണ് ഒരു സ്ത്രീയുടെ ഫേസിൽ, ഒരു സ്ത്രീയുടെ ലൈഫിൽ. ലൈക്ക് ഇറ്റ്സ് ഒരു ഗ്രാജുവൽ ട്രാൻസിഷൻ ആണ്. പക്ഷെ ഇറ്റ്സ് ബിക്കോസ് ഹോർമോൺസ് ആർ ഇൻവോൾവ്. ആ ഹോർമോണൽ ഡിക്ലൈൻ ആണ് വരുന്നത്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോൺസും ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മളുടെ ചിലപ്പോൾ ദാറ്റ് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് സെറട്ടോണിൻ ഡിപ്ലീഷൻ. അപ്പൊ സെറട്ടോണിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫീൽ ഗുഡ്, ഹാപ്പി അങ്ങനെ വെക്കുന്ന ഹോർമോൺസ്. അപ്പൊ അതും ചിലപ്പോൾ കുറയും. പിന്നെ ഈ ഫിസിക്കൽ പ്രോബ്ലംസ് കാരണം തന്നെ ഇമോഷണൽ പ്രോബ്ലംസ് കൂടും. കാരണം ഇപ്പോൾ നൈറ്റ് സ്വെറ്റ്സ്, രാത്രി ഉറങ്ങാൻ നേരത്തെ ചൂടായിട്ട് എണീക്കുക, ഭയങ്കരമായിട്ട് ചൂട്, ഹോട്ട് ഫ്ലാഷസ് എല്ലാം. പിന്നെ സ്ലീപ്പ് ഭയങ്കര പൂറായിരിക്കും. ഈ സ്ലീപ്പ് നാച്ചുറലി പൂറാണെങ്കിൽ ഒരു കൊല്ലം നമ്മളുടെ ഉറക്കം മോശമാണെങ്കിൽ നമ്മളുടെ മെന്റൽ സ്റ്റേറ്റസ് നാച്ചുറലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. സോ വീട്ടിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് എ ബിഗ് ട്രാൻസിഷൻ. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതുവരെ സ്ത്രീകളായിരിക്കും എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നത്, എല്ലാം വീടിനെ അതേപോലെ കൊണ്ടുപോകുന്നതും എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുന്നത്. പെട്ടെന്ന് അതൊരു ബുദ്ധിമുട്ടാകുമ്പോൾ ആൾക്കാർ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന്, എന്താ ഇപ്പൊ അവർക്ക് പറ്റിയത്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ആൻഡ് യു ആർ നോട്ട് ഐഡന്റിഫൈങ് പെരിമെനോപോസ്. അതായത് ആ മെനോപോസ് ആകുമ്പോൾ പിന്നെ ഓക്കെ 12 months ഓഫ് നോ ബ്ലീഡിങ്, യു ആർ ഡയഗ്നോസിങ് മെനോപോസ്. അതിനു മുമ്പ് ആ ഒരു മെനോപോസൽ ഷിഫ്റ്റിലും ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടെന്നുള്ളത് ആ ഒരു അവയർനെസ് ആർക്കും ആക്ച്വലി ഇല്ല. അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്ത് നിന്ന്, എസ്പെഷ്യലി പാർട്ട്ണർ, ചിലപ്പോ മക്കളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവാം. അപ്പൊ പാർട്ട്ണറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ്
ആ ഒരു സമയം തോന്നുന്നു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നമ്മളിത് പോസ്റ്റ്മോർട്ടം ഫേസ് പറയുന്ന പോലെ തന്നെ ഒരു ഇതാണ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇപ്പോൾ സർജിക്കൽ മെനോപോസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അതായത് ഇപ്പൊ നമ്മളൊരു ഹിസ്റ്ററക്ടമി ചെയ്തു, അതിന്റെ കൂടെ ഓവറീസ് റിമൂവ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ അല്ല, ഷാർപ്പ് ഡിക്ലൈൻ ആണ്. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രെനുവസ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവാം. അപ്പൊ ഇതിനൊക്കെ മാനേജ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസം. അതായത് ഇഫ് യു ഗോ ടു, ദാറ്റ്സ് വൈ gynecologist should be your friend. So if you have any problem that could be associated with menopause എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തന്നെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ക്ലാസ്സസ് ഒക്കെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഓക്കെ ദിസ് ഇസ് എ പ്രോബ്ലം. ദെൻ വി ക്യാൻ ഹാവ് സോ മച്ച് ഓഫ് ട്രീറ്റ്മെന്റ്സ് വിച്ച് ക്യാൻ റെഡ്യൂസ് ദിസ് പ്രോബ്ലം. ഇപ്പോൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഉണ്ട്, പിന്നെ വെജൈനൽ ഈസ്ട്രജൻസ് ഉണ്ട്, വെജൈനൽ ഡ്രൈനസിനാണെങ്കിൽ ലൂബ്രിക്കൻസ് ഉണ്ട്, അങ്ങനെ പല ട്രീറ്റ്മെന്റ്. ഈവൻ കോസ്മെറ്റിക് ഗൈനക്കോളജി പുതിയൊരു ഇവോൾവിംഗ് സബ് സ്പെഷ്യാലിറ്റിയാണ്. അതിലും കുറേ മെനോപോസിനുള്ള കുറേ ആസ്പെക്ട്സിൽ ഇപ്പോൾ ഡിക്രീസ്ഡ് ലിബിഡോ, ഇതിനെല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഓൾവേസ് കൺസൾട്ട് എ ഗൈനക്കോളജിസ്റ്റ് ആൻഡ് മേക്ക് ഇറ്റ് മോർ ഈസിയർ ടു. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്, ഞാൻ ഒരു ബോളിവുഡ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, അതിലുള്ളതാണ് ഒരു ട്വിൻസ് ആണ് ബേബി, പക്ഷെ ട്വിൻസിന്റെ ഫാദേഴ്സ് ഡിഫറെന്റ് ആണ്. അതെ, എങ്ങനെയാണ് അതിന്റെ ഒരു മെഡിക്കൽ റേറസ്റ്റ് ഓഫ് റേറസ്റ്റ് ആണ്. ഇറ്റ്സ് ലൈക്ക് ഇതിന് പറയുന്നത് സൂപ്പർ ഫീക്കണ്ടേഷൻ എന്നാണ്. ഇപ്പൊ ഈ സൂപ്പർ ഫീക്കണ്ടേഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മളൊരു മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു എഗ് ഓവുലേറ്റ് ചെയ്യാനാണ്. ഡ്യൂ ടു സം റീസൺ ആ ഒരു സ്ത്രീക്ക് 2 എഗ് വരികയാണെങ്കിൽ, അത് 2 ഡിഫറെന്റ് ടൈംസിലാണെങ്കിൽ, അപ്പൊ 2 ഡിഫറെന്റ് സെക്ഷൽ ഇന്റർകോഴ്സ് കൊണ്ട് ഈ എഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റും 2 ഡിഫറെന്റ് സ്പേംസിന്. ആൻഡ് ഇഫ് ദാറ്റ് വുമൺ ഹാപ്പൻസ് ടു ഹാവ് 2 ഡിഫറെന്റ് പാർട്ട്നേഴ്സ് ആൻഡ് ഷീ ഹാസ്, ആദ്യത്തെ ഒരു ദിവസം ഒരു പാർട്ട്ണറും രണ്ടാമത്തെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് രണ്ടാമത്തെ പാർട്ട്ണറും വെച്ച് ഇന്റർകോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ she'll have twins with 2 different fathers. It's called heteropaternal superfecundation. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു വൈറ്റ് ബേബിയും ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ബേബിയും വരുന്ന അങ്ങനെ ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അതേപോലെ ഞാൻ ഇപ്പൊ ഒന്ന് കണ്ടതാണ്, ഒരു 15 വയസ്സുള്ള കുട്ടിക്ക് ഓറൽ സെക്സ് വഴി ഗർഭിണി. അത് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല, ഇങ്ങനെ ഞങ്ങളും ചിന്തിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആക്ച്വലി. അത് ആ ഒരു പെർട്ടിക്കുലർ കുട്ടിയിൽ സംഭവിച്ചിട്ടുള്ളത്, ഷീ വാസ് എ 15-year-old ഗേൾ. അപ്പോൾ ഷീ ഹാഡ് ഓറൽ സെക്സ് വിത്ത് ഹർ ബോയ് ഫ്രണ്ട്. അപ്പോൾ എക്സ് ലവർ ആ സമയത്ത് വരികയുണ്ടായി. വന്ന സമയത്ത് ദേ ഹാഡ് എ ഫൈറ്റ്. അപ്പോൾ ഫൈറ്റ് ഉണ്ടായപ്പോൾ ദേ ഹാഡ് എ നൈഫ് ഫൈറ്റ്. ആക്ച്വലി നൈഫ് വെച്ചിട്ട് സ്റ്റാബ് ചെയ്തു എന്നാ പറയണേ, സ്റ്റൊമക്കിൽ സ്റ്റാബ് ചെയ്തു. അപ്പോൾ ഈ വിഴുങ്ങിയ സെമൻ ഉണ്ടല്ലോ, വിഴുങ്ങിയ സെമൻ സ്റ്റമക്കിന്ന് പുറത്തേക്ക് ലീക്കായി. പക്ഷെ സാധാരണ ഓറൽ സെക്സ് വഴി സെമൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദ അസിഡിറ്റി ഓഫ് യുവർ സ്റ്റൊമക്, ഓൾ ദ സ്പേംസ് വിൽ ഗെറ്റ് കിൽഡ് എന്നാണ്. പക്ഷെ ഈ കുട്ടി വാസ് മാൽനറിഷ്ഡ്. സോ അതായത് ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ കുറച്ച് മോശമായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടി ഭക്ഷണം കഴിക്കാത്ത കുട്ടിയായിരുന്നു. അപ്പൊ ആസിഡ് പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് സ്പേംസ് അവിടെ സർവൈവ് ചെയ്തു. അതേ കറക്റ്റ് സമയത്ത് തന്നെ ഒരു സ്റ്റാബ് ഇഞ്ചുറി കിട്ടി. അപ്പോൾ ഈ സ്പേംസ് സ്റ്റൊമക്കിൽ നിന്ന് ലീക്കായിട്ട് പുറത്തേക്ക് പെരിറ്റോണിയൽ ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി എന്ന് പറയും, അവിടെ വീണു. എക്സാക്ട്ലി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഷീ വാസ് ഓവുലേറ്റിംഗ്. അപ്പൊ ആ എഗ് റിലീസായിട്ട് ഈ സ്പേം പോയി അതിനെ ഫെർട്ടിലൈസ് ചെയ്ത് അങ്ങനെയാണ് പ്രഗ്നൻസി. ഇറ്റ്സ് എ വെരി എന്താ പറയാ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൺലെസ് ഓൾ ദീസ് തിങ്സ്, അതായത് ഓറൽ സെക്സ്, സ്റ്റാബ് ഇഞ്ചുറി, malnourishment causing reduced acid and that has to leak sperms, ആ സമയത്ത് ഓവുലേഷൻ നടക്കണം. ഇത് എന്തുകൊണ്ടാണ് ഈ കുട്ടീനെ പറ്റി ഇത്രയും ഒരു സ്റ്റോറി വന്നത് എന്താന്ന് വെച്ചാൽ, ദിസ് ഗേൾ ഇൻട്രസ്റ്റിംഗ്ലി ഡിഡ് നോട്ട് ഹാവ് എ വെജൈന. അല്ലെങ്കിൽ നമ്മളിപ്പോ വെജൈനൽ ഇന്റർകോഴ്സ് ആണെന്ന് വിചാരിക്കും. ഈവൻ ദോ ഷീ വാസ്, ഇപ്പൊ അവര് പറയാണ് ഓറൽ സെക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം എന്നില്ല. പക്ഷേ ദിസ് ഗേൾ ഹാഡ് വെജൈനൽ അട്രീഷ്യ, അതായത് MRKH ആയിരിക്കണം, MRKH സിൻഡ്രോം ആയിരിക്കണം. അതിൽ വെജൈനയുടെ ഡിസ്റ്റൽ പാർട്ട് ഉണ്ടായിരുന്നില്ല. MRKH ക്യാൻ ബി ഡിഫറെന്റ് ഇത്. അപ്പൊ വെജൈന ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഓറൽ സെക്സ് മാത്രമേ, വെജൈനൽ സെക്സ് പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ദിസ് ഇൻസിഡന്റ് സോ റെയർ ആൻഡ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. സോ ആരും അതിന് ഓറൽ സെക്സ് വെച്ച് പ്രഗ്നന്റ് ആവുന്നുള്ളൊരു ഉണ്ടാവരുത്. ഇത് പറഞ്ഞപ്പോഴാണ് MRKH സിൻഡ്രോം, ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. പക്ഷെ കുറെ അല്ല, യെസ്, എന്നാൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അതൊന്ന് ഡോക്ടർ എന്താണെന്നൊന്ന് പറയൂ. സോ ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പൊ ജനിക്കുമ്പോൾ സ്ത്രീകളുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നത് മുള്ളേറിയൻ ഡക്ട് എന്ന് പറയുന്നൊരു
ഒരു സ്ട്രക്ചറിനാണ്. അപ്പൊ മുള്ളേറിയൻ ഡക്റ്റിന്റെ പ്രോപ്പർ ഡെവലപ്മെന്റ് നടക്കാതെ വരുമ്പോൾ പല ഒരു ഇറ്റ്സ് ലൈക്ക് എ സ്പെക്ട്രം, പല ഇതിലും പല കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാതെ വരും. അപ്പോൾ ഈ പേഷ്യൻസിന് ഇപ്പോൾ പ്രോപ്പർ MRKH ആണെങ്കിൽ യൂട്രസ് ഉണ്ടാവില്ല, ആൻഡ് ഓൾസോ അപ്പർ പാർട്ട് ഓഫ് വെജൈന ഉണ്ടാവില്ല. ഈവൻ ലോവർ പാർട്ട് ഓഫ് ദ വെജൈന കൻ ഓൾസോ ബി ആബ്സെന്റ്. ഓവറീസ് ഉണ്ടാവും ഇൻട്രസ്റ്റിംഗ്ലി. അപ്പൊ ഇവർക്ക് തിങ് ഇസ് ദാറ്റ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത് ഇവർക്ക് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പ്രോപ്പർ ഡെവലപ്മെന്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഓവറീസ് നിന്നാണ് ഹോർമോൺസ് വരുന്നത്. അപ്പൊ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പ്രോപ്പർലി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, ആക്സിലറി ഹെയർ, പ്യൂബിക് ഹെയർ ഇതെല്ലാം പ്രോപ്പർലി ഉണ്ടാവും. പക്ഷെ ഒരു 16-17 ഇയേഴ്സ് ആകുമ്പോഴും പീരിയഡ്സ് വരാത്തൊരു കണ്ടീഷൻ വരുമ്പോഴാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ MRI ചെയ്യുമ്പോൾ ഷീ ഡസൻ ഹാവ് യൂട്രസ് ആൻഡ് വെജൈന എന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രോപ്പർ കൗൺസിലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബിക്കോസ് ഇത് ബാക്കിയുള്ളവർ ഇതിനെ ഒരു ഇൻകംപ്ലീറ്റ് വുമൺ അല്ലെങ്കിൽ ഗേൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പീരിയഡ്സ് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ പിയർ ബുള്ളിങ് ഭയങ്കര കോമൺ ആണ് ഇങ്ങനത്തെ കുട്ടികൾക്ക്. അപ്പൊ പ്രോപ്പർ കൗൺസിലിംഗ് ആൻഡ് സപ്പോർട്ട് ഫ്രം പേരൻസ് ഭയങ്കര ആവശ്യമാണ്. നെക്സ്റ്റ് തിങ് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് വെജൈനൽ ഇന്റർകോഴ്സിന്റെ പ്രായമാകുമ്പോൾ ദേ നീഡ് പ്രോപ്പർ ഒരു ട്രീറ്റ്മെന്റ് സോ ദാറ്റ് ഒരു അവിടെ ആ ഭാഗത്ത് ഓപ്പണിംഗ് ഉണ്ടാവില്ല. സോ യു വിൽ ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ വെജൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഡൈലേറ്റർ തെറാപ്പി ഉപയോഗിക്കാം സോ ദാറ്റ് അത് ഒരു പാസേജ് ഉണ്ടാവാൻ വേണ്ടി. പക്ഷെ അത് ഒരു കുറച്ചുകൂടെ പ്രായമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സിന് റെഡി ആവുമ്പോൾ മാത്രം ചെയ്യാന്നുള്ളതാണ്. പ്രഗ്നൻസി പോസിബിൾ ആണ്. എന്താന്ന് വെച്ചാൽ IVF വേണ്ടി വരും. യൂട്രസ് ഇല്ലാത്തത് കൊണ്ട് നമ്മള് എഗ്ഗിനെ എടുത്ത് IVF വഴി എഗ്ഗിനെയും സ്പേമിനെയും പാർട്ട്ണറിന്റെ സ്പേമിനെയും വെച്ച് ഇത് ചെയ്ത് സർഗറ്റിനാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ പാർട്ട്ണറിനെ അത് അറിയിക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് ബിഫോർ മാരേജ് യു ഹാവ് ടു ടെൽ ദ പാർട്ട്ണർ ദാറ്റ് ഷീ ഡസൻ ഹാവ് എ യൂട്രസ് ആൻഡ് ഷീ വിൽ റിക്വയർ എ സർഗറ്റ്. അത് അല്ല, അത് പറഞ്ഞില്ലെങ്കിലും അത് വലിയ അതെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നേരത്തെ പറയാൻ സോ ഇമ്പോർട്ടന്റ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ഒരുപാട് കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ അത്ര ഭയങ്കര ഡീപ്പ് അല്ലെങ്കിൽ പോലും എന്നാൽ കുറെ പേർക്ക് സംശയമുള്ള കാര്യങ്ങളാണ് തോന്നുന്നു നമ്മൾ സംസാരിച്ചത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ദിസ് ഇസ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ടു ടോക്ക് അബൌട്ട് സെക്സ് ആൻഡ് ഗൈനക്കോളജി. താങ്ക് യു. താങ്ക് യു.